Hi, good morning. Good morning, എല്ലാവർക്കും. Okay, good morning. Okay. എന്തായി എല്ലാവരും ഫുഡൊക്കെ കഴിച്ചാ? രാവിലത്തെ ഭക്ഷണമൊക്കെ കഴിഞ്ഞാൽ നമുക്ക് ഇന്ന് ഉയർന്നോ? ഗുഡ് മോർണിംഗ്. മഴയുണ്ടോ അവിടെ? കഴിച്ചു അല്ലേ? ഓക്കെ. എങ്ങനെയുണ്ട് മഴ? മഴയുണ്ടല്ലേ? ഇവിടെ നല്ല മഴയാണ്. ഇനി അടുത്തൊരു ഉഗ്രൻ മഴയ്ക്കായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. എന്തായാലും മഴ സമയത്ത് ചിലപ്പോ എല്ലാവരും സേഫ് ആയിട്ട് ഇരിക്കുക കേട്ടോ വീട്ടില്. ഓക്കെ, നല്ല മഴയുണ്ടല്ലേ? നമ്പിയുടെ ഇവിടെ മഴയില്ല. ഓക്കെ, അത് സേഫ് ആയിട്ട് ഇരിക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പുതിയൊരു ചാപ്റ്റർ നമ്മൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. മാനേജ്മെന്റ് ഓഫ് സ്പില്ലേജ് വേസ്റ്റ് എന്ന് പറയുന്ന പുതിയൊരു ചാപ്റ്റർ നമ്മൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ലബോറട്ടറി കഴിഞ്ഞിട്ട് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഇതൊക്കെയാണ്. എന്താണ് സ്പില്ലേജ് വേസ്റ്റ് എന്ന് നമ്മൾ പഠിച്ചു അല്ലെ? അതായത് ശരിക്കൊരു എന്താണ് ഒരു ഡെസിഗ്നേറ്റഡ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ നിന്നോ അല്ലെങ്കിൽ ഒരു ഡെസിഗ്നേറ്റഡ് പ്ലേസിൽ നിന്നോ ചോരുന്നതോ ഒഴുകുന്നതോ ആയിട്ടുള്ള ഏതൊരു വസ്തുവിനെയും നമുക്ക് എന്ത് പറയാം? സ്പില്ലേജ് വേസ്റ്റ് എന്ന് നമുക്ക് പറയാം അല്ലെ? പിന്നെ നമുക്കറിയാം ഇത്തരം സ്പില്ലേജ് വേസ്റ്റുകള് നമ്മൾ ശരിയായ രീതിയിൽ മാനേജ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ആരോഗ്യത്തിന് മാത്രമല്ല ദോഷകരമായിട്ട് ബാധിക്കുന്നത്, പിന്നെ എന്തുകൂടെയാണ് നമ്മുടെ പരിസ്ഥിതിയെ വരെ അത് വളരെ മോശമായിട്ട് വളരെ പ്രതികൂലമായിട്ട് തന്നെ ബാധിക്കും അല്ലെ? അതാണ് അപ്പൊ സ്പില്ലേജ് വേസ്റ്റിന്റെ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാല് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ഒരു ഹോസ്പിറ്റൽ പോലെയുള്ള സ്ഥലങ്ങളിലാവുമ്പോൾ ഇത്തരത്തിലുള്ള സ്പില്ലേജ് വേസ്റ്റുകൾക്കുള്ള സാധ്യത കൂടുതലാണ് അല്ലെ? അപ്പൊ നമ്മളത് ശരിയായ രീതിയിൽ മാനേജ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് വളരെയധികം ദോഷകരമായിട്ട് തന്നെ മാറും. ഓക്കെ, പിന്നെ നമ്മൾ പഠിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ സ്പില്ലേജ് വേസ്റ്റുകൾ മൂലം ഉണ്ടാകുന്ന റിസ്കുകൾ അല്ലെ, ഹസാർഡ്സുകൾ നമ്മൾ കണ്ടിരുന്നു അല്ലെ? സ്പില്ലേജ് വേസ്റ്റുകൾ മൂലം ഉണ്ടാകുന്ന അപകടങ്ങള്, റിസ്കുകള്, ഹസാർഡുകള് എന്തൊക്കെയാണ്? അപ്പൊ നമ്മൾ പറഞ്ഞു ഇൻഫെക്ഷൻ ഉള്ള ചാൻസ് ഉണ്ട്, കെമിക്കൽ എക്സ്പോഷറിനുള്ള ചാൻസ് ഉണ്ട്, ഇൻജ്വറി, അതുപോലെ റേഡിയേഷൻ എക്സ്പോഷർ, എൻവിയോൺമെന്റൽ പൊല്യൂഷൻ, അതുപോലെ ലീഗൽ ആൻഡ് ഫിനാൻഷ്യൽ ലയബിലിറ്റിക്കും അത് കാരണമാവുമെന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, പിന്നെ നമ്മൾ കണ്ടത് എന്താണ്? സോഴ്സസ് ഓഫ് ഈ പറയുന്ന ലീക്കേജ് വേസ്റ്റ് ഇൻ ഹോസ്പിറ്റൽ അല്ലെ? ഹോസ്പിറ്റലില് ഇത്തരം സ്പില്ലേജ് വേസ്റ്റുകൾ ഉണ്ടാകുന്ന സോഴ്സസുകൾ, ഉറവിടങ്ങൾ ഏതൊക്കെയാണ്? ഏതെല്ലാം ഉറവിടങ്ങൾ, ഏതെല്ലാം സോഴ്സുകളിൽ നിന്നാണ് ഇത്തരത്തിലുള്ള സ്പില്ലേജ് വേസ്റ്റുകൾ ഫോം ചെയ്യുന്നത്? അതുവരെയാണ് നമ്മൾ പറഞ്ഞത് അല്ലെ? നമ്മൾ പറഞ്ഞു മെഡിക്കൽ പ്രൊസീജിയറുകൾ വഴിയായിട്ട്, ലബോറട്ടറി ടെസ്റ്റിങ്ങിന്റെ ഭാഗമായിട്ട്, പേഷ്യന്റ് കെയർ, ഹാൻഡ്ലിംഗ് ആൻഡ് ഡിസ്പോസൽ ഓഫ് മെഡിക്കൽ വേസ്റ്റ്, മെയിൻ്റനൻസ് ആൻഡ് റിപ്പയർ ഓഫ് മെഡിക്കൽ എക്യുപ്മെന്റ്സ്, അതുപോലെ തന്നെ സ്കിൽസ് ഇൻ ദ കോഴ്സ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ അല്ലെ? ഇത്തരം സിറ്റുവേഷനുകളിൽ ഇതാണ് പ്രധാനപ്പെട്ട സോഴ്സുകളായിട്ട് പറയുന്നത്. ഇവരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഇത്രയും ഭാഗങ്ങൾ നിങ്ങൾ വായിച്ചു നോക്കിയോ? വായിച്ചു നോക്കിയിരുന്നു ഇത്രയും ഭാഗങ്ങള്? ഓക്കെ, മനസ്സിലായോ? എളുപ്പമാണ് കേട്ടോ ഈ ചാപ്റ്റർ. ഈ സ്പില്ലേജ് വേസ്റ്റുകളൊക്കെ എങ്ങനെ ഉണ്ടാകുന്നു, ഏതൊക്കെ രീതിയിൽ ഇതിന്റെ സോഴ്സ് ഏതൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് ഇതിനെ മാനേജ് ചെയ്യുന്നത്, അതിനുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിനകത്ത് പഠിക്കുന്നത് കേട്ടോ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സോ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. ഞാൻ ഓൾ മ്യൂട്ട് ചെയ്യാണ്. ഇന്ന് മഴയായതുകൊണ്ടാണോ അതോ ശനിയാഴ്ച ആയതുകൊണ്ടാണോ? കുട്ടികൾ കുറവാണല്ലോ, 13 പേര് മാത്രമേ ഉള്ളൂല്ലോ ക്ലാസ്സിൽ. എന്ത് പറ്റി? അപ്പൊ നമുക്ക് അടുത്ത ഭാഗങ്ങൾ നോക്കാം കേട്ടോ. അപ്പൊ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് ടൈപ്സ് ഓഫ് സ്പില്ലേജ് വേസ്റ്റ് ഇൻ ഹോസ്പിറ്റൽ കേട്ടോ. അതായത് ഹോസ്പിറ്റലിൽ ഉണ്ടാകുന്ന പല ടൈപ്പ് സ്പില്ലേജ് വേസ്റ്റുകൾ ഏതൊക്കെയാണ് അല്ലെ? സ്പില്ലേജ് വേസ്റ്റുകൾ പല ടൈപ്പ് സ്പില്ലേജ് വേസ്റ്റുകൾ ഉണ്ട് അല്ലെ? അപ്പൊ ഹോസ്പിറ്റലിൽ ഉണ്ടാകുന്ന ടൈപ്സ് ഓഫ് സ്പില്ലേജ് വേസ്റ്റ് ഇൻ ഹോസ്പിറ്റൽ ആണ് ഇനി നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഏതൊക്കെ ടൈപ്പുകളാണ് നമുക്ക് നോക്കാം. ലീക്കേജ് വേസ്റ്റ് ഇൻ ഹോസ്പിറ്റൽസ് can be of different types and each type needs specific handling and disposal procedures അല്ലെ? നമുക്കറിയാം ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ ഇത്തരം ലീക്കേജ് വേസ്റ്റുകൾ എന്ന് പറയുമ്പോൾ പല ടൈപ്പുകൾ ഉണ്ടാവും അല്ലെ? ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലീക്കേജ് വേസ്റ്റുകൾ ഉണ്ട്. നമ്മൾ ഓരോ ലീക്കേജ് വേസ്റ്റുകളെയും അതിൻ്റെതായ രീതിയിൽ വേണം നമ്മൾ
ഡിസ്പോസ് ചെയ്യാനായിട്ട് അല്ലെ. അതെന്ന് വെച്ചാൽ എല്ലാ ലീക്കേജ് വേസ്റ്റുകളും ഒരേ രീതിയിലാണോ നമ്മൾ ഡിസ്പോസ് ചെയ്യേണ്ടത്? അല്ല, എല്ലാ ഓരോന്നിനും അതിൻ്റെതായ സ്പെസിഫിക് ആയിട്ട് തന്നെ നമ്മൾ അതിനെ ഡിസ്പോസ് ചെയ്യും. ഓക്കെ, അപ്പൊ നമുക്ക് ഏതൊക്കെ ടൈപ്പുകളാണെന്ന് നോക്കാം. സ്പില്ലേജ് വേസ്റ്റുകൾ ഏതൊക്കെ ടൈപ്പ് എന്ന് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സ്. നമുക്കറിയാലോ ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സ് അല്ലെ. ബ്ലഡ് ആവാം, മറ്റുള്ള ബോഡി ഫ്ലൂയിഡ്സുകൾ അല്ലെ, അതായത് ശരീരദ്രവങ്ങൾ ബോഡി ഫ്ലൂയിഡ്സ്. അതെന്ന് പറയുമ്പോൾ ബ്ലഡ് ആവാം, യൂറിൻ ആവാം, സ്പ്യൂട്ടം ആവാം, സെറം ആവാം. അങ്ങനെ നമ്മുടെ മനുഷ്യ ശരീരത്തിൽ കാണപ്പെടുന്നതും നമ്മുടെ മനുഷ്യ ശരീരത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതും നമ്മുടെ മനുഷ്യ ശരീരത്തിൽ നിന്ന് എലിമിനേറ്റ് ചെയ്യുന്നതുമായിട്ടുള്ള എല്ലാ വസ്തുക്കളും, എല്ലാ ലിക്വിഡ് പോലത്തെ എന്ത് വസ്തുക്കളും നമുക്ക് എന്തായിട്ട് പറയാം? ബോഡി ഫ്ലൂയിഡ്സുകളായിട്ട് പറയാം. ശരീരസ്രവങ്ങളാണ് കേട്ടോ. നമ്മുടെ ശരീരത്തിൽ കാണപ്പെടുന്നതും നമ്മുടെ ശരീരത്തിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നതും അതുപോലെ എക്സ്ക്രീറ്റ് ചെയ്യപ്പെടുന്നതും വിസർജിക്കപ്പെടുന്നതുമായിട്ടുള്ള എല്ലാ വസ്തുക്കളെയും നമുക്ക് ബോഡി ഫ്ലൂയിഡ്സുകളായിട്ട് പറയും. ഓക്കെ, അത്തരത്തിലുള്ള ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സ് ആണ് ഒരു ടൈപ്പ് ആയിട്ട് പറയുന്നത്. രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറഞ്ഞാൽ കെമിക്കൽസ് ആണ് അല്ലെ. രാസവസ്തുക്കള് പ്രധാനമായിട്ട് നമ്മൾ മെഡിക്കൽ പ്രൊസീജിയറുകളുടെ ഭാഗമായിട്ട്, ലബോറട്ടറി ടെസ്റ്റുകളുടെ ഭാഗമായിട്ട് അല്ലെ, ലബോറട്ടറി ടെസ്റ്റുകള്, പിന്നെ നമുക്കറിയാം ക്ലീനിങ് പ്രൊസീജിയറുകൾ. ഇപ്പൊ ഹോസ്പിറ്റലിന്റെ ക്ലീനിങ് പ്രൊസീജിയറുകളുടെ ഭാഗമായിട്ടൊക്കെ നമ്മൾ എന്ത് ഉപയോഗപ്പെടുത്തുന്നുണ്ട്? ധാരാളം കെമിക്കൽസുകൾ ഉപയോഗിക്കുന്നുണ്ട്. അത് ഒരു ടൈപ്പ് ഓഫ് സ്പില്ലേജ് വേസ്റ്റ് ആണ് അല്ലെ. ഓക്കെ, കെമിക്കൽസ്. മൂന്നാമത്തെ പോയിന്റ് പറയുന്നത് ഷാർപ്സ് ആണ്. ഷാർപ്പ് എന്ന് വെച്ചാൽ ഷാർപ്പ് ഒബ്ജക്റ്റുകൾ അല്ലെ. ഈ പറയുന്ന നീഡിൽസുകളാവാം, സിറിഞ്ചുകളായിരിക്കാം, നമ്മൾ മെഡിക്കൽ പ്രൊസീജിയറുകൾക്കൊക്കെ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന മറ്റുള്ള ഷാർപ്പൻ ആയിട്ടുള്ള ടൂൾസുകളൊക്കെ ഇതിനകത്ത് വരും. പ്രധാനമായിട്ട് സിറിഞ്ചുകള്, നീഡിലുകള്, ഇതൊക്കെ ഈ ഒരു വിഭാഗത്തിൽ വരുന്നതാണ്. അത് മൂന്നാമത്തെ ടൈപ്പ്. ഓക്കെ, ഇനി നാലാമത്തെ ടൈപ്പ് എന്താണ്? റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ് അല്ലെ. റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ് നമ്മൾ ഓൾറെഡി ഡിപ്പാർട്ട്മെന്റ് പഠിച്ചിരുന്നു അല്ലെ. നമ്മൾ ന്യൂക്ലിയർ മെഡിസിനൊക്കെ ഉപയോഗപ്പെടുത്തുന്ന റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള മെറ്റീരിയലുകൾ അല്ലെ. അതും ഒരു ടൈപ്പ് ഓഫ് ലീക്കേജ് വേസ്റ്റ് ആണ് അല്ലെ. ഓക്കെ, പിന്നെന്താണ് പറയുന്നത്? ഓർഗാനിക് മെറ്റീരിയൽസ് അല്ലെ. എന്താണ് ഓർഗാനിക് മെറ്റീരിയൽസ്? ഓർഗാനിക് മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും? The substances that is derived from the living organisms അല്ലെ, or contain carbon based compounds. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓർഗാനിക് മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് ഓർഗാനിക് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ എന്താണ്? The materials that is derived from the living organisms അല്ലെ. നമ്മൾ ജീവനുള്ള വസ്തുക്കളിൽ നിന്നും നമ്മൾ ഡിറൈവ് ചെയ്തെടുക്കുന്ന വസ്തുക്കളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓർഗാനിക് മെറ്റീരിയൽസ് എന്ന് പറയുന്നത് അല്ലെ. അത് മാത്രമല്ല, ഇത് കണ്ടെയ്ൻ ദ കാർബൺ ബേസ്ഡ് കോമ്പൗണ്ട്സ് ആയിരിക്കും അല്ലെ. കാർബൺ അടങ്ങിയിട്ടുള്ള സംയുക്തങ്ങളാണ് അല്ലെ. അത് മാത്രമല്ല, ഇത്തരം മെറ്റീരിയൽ നമ്മൾ ലിവിംഗ് ഓർഗാനിസത്തിൽ നിന്നും ഡിറൈവ് ചെയ്യുന്ന മെറ്റീരിയൽസ് ആണ് അല്ലെ. അതിനെയാണ് നമ്മൾ ഓർഗാനിക് മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. അപ്പൊ നോക്കൂ, ഹോസ്പിറ്റൽസ് യൂട്ടിലൈസ് ഓർഗാനിക് മെറ്റീരിയൽസ് ഫോർ ദ റിസർച്ച് ഓർ ഡയഗ്നോസ്റ്റിക് പർപ്പസസ്. എക്സാമ്പിൾ മൈക്രോ ഓർഗാനിസംസ് ലൈക്ക് ബാക്ടീരിയ, വൈറസ് എക്സെട്ര. അതെന്താണ് പറയുന്നത്? നമ്മൾ ഈ പറയുന്ന ബാക്ടീരിയ, വൈറസ്, ഫംഗസ്, പാരസൈറ്റ്സ്, ഇത്തരത്തിലുള്ള മൈക്രോ ഓർഗാനിസംസ് നമ്മൾ പല വിധത്തിലുള്ള റിസർച്ച് അല്ലെ, റിസർച്ച് ഗവേഷണ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഡയഗ്നോസ്റ്റിക് പർപ്പസസ് അല്ലെ, രോഗനിർണയത്തിന്റെ ഭാഗമായിട്ടൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട് അല്ലെ. അപ്പൊ നമ്മൾ ഗവേഷണ പ്രവർത്തനങ്ങൾക്ക് എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? പുതിയ പുതിയ ട്രീറ്റ്മെന്റുകൾ അല്ലെങ്കിൽ പുതിയ പുതിയ ചില മെഡിസിൻസുകൾ, ഇവയെല്ലാം തന്നെ കണ്ടെത്തുന്നതിന്, സ്റ്റഡി ചെയ്യുന്നതിന് നമ്മൾ അതിന്റെ ഈ പറയുന്ന ഇത്തരം മൈക്രോ ഓർഗാനിസംസുകളെയൊക്കെ അതിന്റെ സ്വഭാവ സവിശേഷതകളൊക്കെ നമ്മൾ പരിശോധനാ വിധേയമാക്കാറുണ്ട് അല്ലെ. കാര്യം നമ്മൾ ഇത്തരത്തിലുള്ള ബാക്ടീരിയ അല്ലെങ്കിൽ വൈറസ്, ഫംഗസ് പോലെയുള്ള മൈക്രോ ഓർഗാനിസംസിൽ സ്റ്റഡി ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അതിന്റെ സ്പെഷ്യലൈസ്ഡ് ബിഹേവിയർ ഒക്കെ പഠന വിധേയമാക്കിക്കൊണ്ടാണ് നമ്മൾ പുതിയ പല വാക്സിനുകൾ, പുതിയ പല മെഡിസിൻസുകളും മറ്റും കണ്ടെത്തുന്നത് അല്ലെ. അപ്പൊ ഗവേഷണ പ്രവർത്തനങ്ങളിൽ നമ്മൾ അത് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെന്താണ്? ഡയഗ്നോസ്റ്റിക് പർപ്പസസ് അല്ലെ, രോഗനിർണയ കാര്യങ്ങൾക്ക് വേണ്ടി. നമുക്കറിയാം ചിലതരം ഇൻഫെക്ഷൻസ്, ചില ഡിസീസ് കണ്ടീഷൻസ് ഒക്കെ ഐഡന്റിഫൈ ചെയ്യുന്നതിനായിട്ടും നമ്മൾ ഇത്തരത്തിലുള്ള മൈക്രോ ഓർഗാനിസംസുകളെ ഉപയോഗിക്കുന്നുണ്ട് അല്ലെ. അതുകൊണ്ടാണ് പറയുന്നത് ഹോസ്പിറ്റൽസ് യൂട്ടിലൈസ് ഓർഗാനിക് മെറ്റീരിയൽസ് ഫോർ ദ റിസർച്ച് ഓർ ഡയഗ്നോസ്റ്റിക് പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. എക്സാമ്പിൾ ഏതൊക്കെയാണ്? ഈ പറയുന്ന ബാക്ടീരിയ, വൈറസ്, ഫംഗസ്, ഇങ്ങനെയുള്ള മൈക്രോ ഓർഗാനിസംസുകൾ അല്ലെങ്കിൽ ഓർഗാനിക് മെറ്റീരിയലുകൾ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അപ്പൊ അവയിൽ നിന്നും എന്ത് വരാം? ലീക്കേജ് വേസ്റ്റുകൾ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അതാണ് അടുത്തൊരു ടൈപ്പായിട്ട് പറയുന്നത്. അടുത്തത് എന്താണ്? അടുത്ത ടൈപ്പ് ഏതാണ്? അതർ ഡേഞ്ചറസ് മെറ്റീരിയൽസ്. അവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഹോസ്പിറ്റൽസ് മേ യൂട്ടിലൈസ് അതർ ഡേഞ്ചറസ് മെറ്റീരിയൽസ്
such as mercury and lead used in medical equipment and supplies. നമ്മൾ പ്രധാനമായിട്ട് ഹോസ്പിറ്റലിലെ മെഡിക്കൽ എക്യുപ്മെന്റ്സുകള് അല്ലെ മെഡിക്കൽ എക്യുപ്മെന്റ്സുകളിലും മറ്റും ഈ പറയുന്ന മെർക്കുറി ലെഡ് പോലെയുള്ള വസ്തുക്കൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഈ മെർക്കുറി ലെഡ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ഹെൽത്തിന് വളരെയധികം ഹാനികരമാക്കുന്ന ചില കെമിക്കൽ സബ്സ്റ്റൻസുകളാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം ഇപ്പൊ മെർക്കുറി തെർമോമീറ്റർ അല്ലെ നമ്മൾ ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന, ഇന്നിപ്പോ എല്ലാം ഡിജിറ്റൽ ആണ്, പക്ഷെ ഉണ്ട് അല്ലെ മെർക്കുറി തെർമോമീറ്റർ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ അതിനകത്ത് നമ്മൾ മെർക്കുറി അല്ലെ രസം എന്ന് പറയും, മെർക്കുറി നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ ലെഡ് നമ്മൾ ഈ മറ്റേ എന്താ പറയാ റേഡിയേഷൻ ട്രീറ്റ്മെന്റിനൊക്കെ പോകുമ്പോൾ ലെഡ് ഷീൽഡിംഗ് ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ലെഡ് ഷീൽഡിംഗ് ഗ്ലൗസുകളൊക്കെ ഉപയോഗിക്കും ടു പ്രൊട്ടക്ടിങ് ഫ്രം ദ റേഡിയേഷനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ലെഡ് ഷീൽഡുകളൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഇത് ഡയറക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ട് നമ്മളുടെ ആരോഗ്യത്തെ വളരെ പോഷകരമായിട്ട് ബാധിക്കുന്ന ചില ഡേഞ്ചറസ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഉണ്ടാവും. ക്ലിയർ ആയോ പറഞ്ഞത്? ഇതൊക്കെയാണ് പ്രധാന ടൈപ്പ് സ്പില്ലേജ് വേസ്റ്റുകളായിട്ട് പറയുന്നത്. ഇതൊക്കെയാണ് ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സുകള്. പിന്നെ നമ്മൾ പറഞ്ഞത് കെമിക്കൽസുകള്, രാസവസ്തുക്കള്, ഷാർപ്സുകള്, അതുപോലെ റേഡിയോ ആക്റ്റീവ് മെറ്റീരിയലുകള്, പിന്നെ ഓർഗാനിക് മെറ്റീരിയൽസ് ലൈക്ക് ബാക്ടീരിയ, വൈറസ്, ഫംഗസ് ദാറ്റ് ഈസ് യൂസ്ഡ് ഫോർ എന്താണ് റിസർച്ച് ആൻഡ് ഡയഗ്നോസ്റ്റിക് പർപ്പസിന് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ അതർ ഡേഞ്ചറസ് മെറ്റീരിയൽസ് ലൈക്ക് മെർക്കുറി, ലെഡ് എക്സെട്ര ദാറ്റ് ഈസ് യൂസ്ഡ് ഇൻ ദ മെഡിക്കൽ എക്യുപ്മെന്റ്സ് ആൻഡ് സപ്ലൈസ്. ഇതാണ് പ്രധാന ടൈപ്സ് ഓഫ് സ്പില്ലേജ് വേസ്റ്റുകളായിട്ട് കണക്കാക്കുന്നത്. ഇന്ത്യൻ ഹോസ്പിറ്റലിലെ ടൈപ്സ് ഓഫ് സ്പില്ലേജ് വേസ്റ്റുകൾ. ക്ലിയർ ആയോ പറഞ്ഞത്? മനസ്സിലായോ ഇത്രയും കാര്യങ്ങള്? പോയിന്റുകൾ കിട്ടിയോ നിങ്ങൾക്ക്? ഓക്കെ, 1, 2, 3, 4, 5, 6 പോയിന്റുകൾ. 6 ടൈപ്പുകളാണ് നമ്മൾ പഠിച്ചത്. ക്ലിയർ അല്ലേ? ഓക്കെ, അടുത്ത ഭാഗം നോക്കാം കേട്ടോ. നെക്സ്റ്റ് നമുക്ക് അപ്പൊ നമ്മൾ ടൈപ്പ് പഠിച്ചു. നമ്മൾ തുടക്കം തൊട്ട് സ്പില്ലേജ് വേസ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കി, അതിന്റെ റിസ്കും ഹസാർഡ്സും നമ്മൾ ക്ലിയർ ചെയ്തു. അതുപോലെ തന്നെ സ്പില്ലേജ് വേസ്റ്റുകളുടെ സോഴ്സസ് നമ്മൾ പഠിച്ചു. ടൈപ്സ് ഓഫ് സ്പില്ലേജ് വേസ്റ്റും പഠിച്ചു അല്ലെ? എത്ര ടൈപ്പുകളൊക്കെ ഉണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. ഇനി അടുത്ത നമുക്ക് എന്താണ് പഠിക്കാനുള്ളത്? ലീക്കേജ് വേസ്റ്റ് മാനേജ്മെന്റ്. ഇനി എങ്ങനെയൊക്കെ നമുക്ക് ഇത്തരം ലീക്കേജ് വേസ്റ്റുകളെ മാനേജ് ചെയ്യാം അല്ലെ? ഈ മാനേജ്മെന്റ് ഓഫ് ലീക്കേജ് വേസ്റ്റ് ആണ് ഇനി നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, ലീക്കേജ് വേസ്റ്റ് മാനേജ്മെന്റ് ഈസ് one of the important aspects of the waste management in hospitals, as it can have a serious after effect if not managed properly. അല്ലെ, നമ്മൾ ഓൾറെഡി പറഞ്ഞൊരു കാര്യമാണ് അല്ലെ. ശരിക്കും പറഞ്ഞൊരു ഹോസ്പിറ്റലിന്റെ വേസ്റ്റ് മാനേജ്മെന്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണിത് ഇത്തരത്തിലുള്ള ലീക്കേജ് വേസ്റ്റുകളുടെ മാനേജ്മെന്റ് അല്ലെ. ലീക്കേജ് വേസ്റ്റുകളുടെ മാനേജ്മെന്റ് എന്ന് പറയുന്നത് നമ്മൾ ശരിയായ രീതിയിൽ അത് ഡിസ്പോസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മാനേജ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് വളരെയധികം ഗുരുതരമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കും അല്ലെ. അതൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. അപ്പൊ നമുക്ക് സ്റ്റെപ്പുകളിലേക്ക് കടക്കാം. എങ്ങനെയാണ് ലീക്കേജ് വേസ്റ്റിന്റെ മാനേജ്മെന്റ് ചെയ്യേണ്ടത്? സ്റ്റെപ്സ് നോക്കാം. ടു മാനേജ് ലീക്കേജ് വേസ്റ്റ് ഇൻ ഹോസ്പിറ്റൽസ് ദ ഫോളോയിങ് സ്റ്റെപ്സ് ക്യാൻ ബി ഫോളോഡ്. കേട്ടോ, താഴെ പറയുന്ന സ്റ്റെപ്പുകൾ നമുക്ക് ഫോളോ ചെയ്യാം. പ്രധാനമായിട്ടും 5 സ്റ്റെപ്പുകളാണ് അവിടെ പറയുന്നത്. 5 സ്റ്റെപ്സുകളാണ് അവിടെ പറയുന്നത്. ഒന്ന്, ഇതൊക്കെ നമ്മൾ ഈ പോയിന്റുകളൊക്കെ എവിടെ പറഞ്ഞു? നമ്മൾ ഇൻട്രൊഡക്ഷൻ ഇവിടെ വായിച്ചില്ലേ? ഈ ഒരു ചാപ്റ്ററിന്റെ ഇൻട്രൊഡക്ഷൻ വായിച്ചില്ലേ? അവിടെ പറയുന്ന അതേ പോയിന്റുകൾ തന്നെയാണ് ഇവിടെ പറയുന്നത്. നമുക്ക് നോക്കാം. ഒന്നാമത്തെ പോയിന്റ്, ഹാവ് എ ലീക്കേജ് റെസ്പോൺസ് പ്ലാൻ ഇൻ പ്ലേസ്. ഒന്നാമത്തെ പോയിന്റ് എന്താണ്? ഹാവ് എ ലീക്കേജ് റെസ്പോൺസ് പ്ലാൻ ഇൻ പ്ലേസ് അല്ലെ. ഹോസ്പിറ്റലില് ഒരു കൃത്യമായിട്ടുള്ള ലീക്കേജ് റെസ്പോൺസ് പ്ലാൻ ഉണ്ടായിരിക്കണം അല്ലെ. ഇത്തരം സ്പില്ലേജ് വേസ്റ്റുകള്, ലീക്കേജ് വേസ്റ്റുകള് മാനേജ് ചെയ്യുന്നതിനായിട്ട് ഹോസ്പിറ്റലിൽ ഒരു കൃത്യമായിട്ടുള്ള ലീക്കേജ് റെസ്പോൺസ് പ്ലാൻ ഉണ്ടായിരിക്കണം. നമ്മളിപ്പോ എന്ത് കാര്യം ചെയ്യുന്നതിന് മുമ്പ്, നമ്മൾ ഓടിപ്പോയി ഒരു കാര്യം ചെയ്യുന്നേക്കാൾ മുമ്പ് ആദ്യം എന്ത് ചെയ്യും? നമ്മളൊരു പ്ലാൻ തയ്യാറാക്കും അല്ലെ. പ്ലാൻ പ്രകാരം പൂർണ്ണമായിട്ട് നടക്കോ ഇല്ല എന്നുള്ളതല്ല, പക്ഷെ നമ്മൾ എന്തൊരു വലിയ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത് കൃത്യമായിട്ടുള്ള പ്ലാനോട് കൂടി വേണം നമ്മൾ ചെയ്യാനായിട്ട് അല്ലെ. അപ്പൊ അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. ഇത്തരം ലീക്കേജ്, ഒരു കൃത്യമായിട്ടുള്ള ലീക്കേജ് റെസ്പോൺസ് പ്ലാൻ എവിടെ ഉണ്ടായിരിക്കണം? ഹോസ്പിറ്റലില് ഉണ്ടായിരിക്കണം. ഓക്കെ, നമുക്ക് വായിക്കാം. Hospitals should prepare a plan in place for responding to leakages, which identifies the type of spillage, evaluate risk, and carry out the active measures to contain and clean up the leakage. ഇതാണ് പറയുന്നത്. ഓരോ ഹോസ്പിറ്റലിലും കൃത്യമായിട്ടുള്ള ലീക്കേജ് റെസ്പോൺസ് പ്ലാനുകൾ ഉണ്ടായിരിക്കണം. എന്തുൾപ്പെടെയാണ്? വിച്ച് ഐഡന്റിഫൈ ദ ടൈപ്പ് ഓഫ് സ്പില്ലേജ്. ഏത് ടൈപ്പ് സ്പില്ലേജ് ആണെന്ന് ആദ്യം തിരിച്ചറിയുക. നമ്മളിപ്പോ തന്നെ ടൈപ്പുകൾ പഠിച്ചു അല്ലെ.
നമ്മൾ ആ 6 ടൈപ്പ് പഠിച്ചില്ലേ? അപ്പൊ ഏത് ടൈപ്പ് ഓഫ് സ്പില്ലേജ് ആണ് എന്നത് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യുക. അതുപോലെ തന്നെ ഇവാലുവേറ്റ് ദ റിസ്ക്, ആ ഒരു സ്പില്ലേജ് വേസ്റ്റ് മൂലം ഉണ്ടാകുന്ന റിസ്ക് എന്താണ് അത് കൃത്യമായിട്ട് വിലയിരുത്തുക. ആൻഡ് ക്യാരി ഔട്ട് ദ ആപ്റ്റ് മെഷേഴ്സ് ടു കണ്ടെയ്ൻ ആൻഡ് ക്ലീൻ അപ്പ് ദ ലീക്കേജ്, അല്ലെ? അത് മാത്രമല്ല ഈ ഒരു ലീക്കേജ് കൺട്രോൾ ചെയ്യുന്നതിനും അത് ക്ലീൻ അപ്പ് ചെയ്യുന്നതിനുമായിട്ടുള്ള അനുയോജ്യമായിട്ടുള്ള പ്രിവെന്റീവ് മെഷേഴ്സുകൾ എന്താണ് ക്യാരി ചെയ്യുക, അല്ലെ, ഫോളോ ചെയ്യുക എന്നത് ഉൾപ്പെടെയുള്ള ഒരു കൃത്യമായിട്ടുള്ള ലീക്കേജ് റെസ്പോൺസ് പ്ലാൻ എവിടെ ഉണ്ടായിരിക്കണം? ഒരു ഹോസ്പിറ്റലിൽ ഉണ്ടായിരിക്കണം. അതാണ് ആദ്യത്തെ സ്റ്റെപ്പ് കേട്ടോ. ലീക്കേജ് റെസ്പോൺസ് പ്ലാൻ പ്ലാനിൽ എന്തൊക്കെ ഉണ്ടായിരിക്കണം? ഐഡന്റിഫൈ ദ സ്പില്ലേജ് വേസ്റ്റ്, എന്ത് സ്പില്ലേജ് വേസ്റ്റ് ആണെന്ന് ആദ്യം ഐഡന്റിഫൈ ചെയ്യണം. ദെൻ ഇവാലുവേറ്റ് ഇറ്റ്സ് റിസ്ക്, അതിന്റെ റിസ്ക് എന്താണെന്ന് കൃത്യമായിട്ട് വിലയിരുത്തണം. ദെൻ അത് ക്ലീനപ്പ് ചെയ്യാനും അത് കൺട്രോൾ ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള അനുയോജ്യമായിട്ടുള്ള പ്രിവെന്റീവ് മെഷേഴ്സ് എടുക്കണം. ഇതിൽ 3 കാര്യങ്ങൾ ഉൾപ്പെടുന്ന ഒരു കൃത്യമായിട്ടുള്ള ലീക്കേജ് റെസ്പോൺസ് പ്ലാൻ ഏതൊരു ഹോസ്പിറ്റലിലും ഉണ്ടായിരിക്കണം. ഒന്നാമത്തെ പോയിന്റ് അതാണ്. രണ്ടാമത്തെ എന്താണ്? ഇപ്പൊ നമ്മൾ പ്ലാൻ തയ്യാറാക്കി, ഇനി നമുക്ക് എന്താ വേണ്ടത്? അടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കും? പ്രൊവൈഡ് ആപ്റ്റ് ലീക്കേജ് റെസ്പോൺസ് എക്യുപ്മെന്റ്, അതാണ് പ്രൊവൈഡ് ആപ്റ്റ് ലീക്കേജ് റെസ്പോൺസ് എക്യുപ്മെന്റ്. പിന്നെ എന്ത് ചെയ്യണം? രണ്ടാമത്തേല് അതായത് കറക്റ്റ് ആയിട്ടുള്ള അനുയോജ്യമായിട്ടുള്ള ലീക്കേജ് റെസ്പോൺസ് എക്യുപ്മെന്റുകൾ ആർക്ക് പ്രൊവൈഡ് ചെയ്യണം? അവിടുത്തെ സ്റ്റാഫുകൾക്ക് പ്രൊവൈഡ് ചെയ്യണം, അല്ലെ? അത് നമ്മൾ പ്ലാൻ തയ്യാറാക്കി അതിനുശേഷം എന്ത് വേണം? ഇത്തരം ലീക്കേജ് റെസ്പോൺസ് എക്യുപ്മെന്റുകൾ, അനുയോജ്യമായിട്ട് ലീക്കേജ് റെസ്പോൺസ് എക്യുപ്മെന്റുകൾ ആർക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യണം? സ്റ്റാഫുകൾക്കായിട്ട് പ്രൊവൈഡ് ചെയ്യണം, അല്ലെ? അപ്പൊ നോക്കിയേ, ഹോസ്പിറ്റൽ should issue the proper equipment for the spillage response such as absorbent pads, gloves, gowns and masks, അല്ലെ? അപ്പൊ എന്ത് വേണം? ഹോസ്പിറ്റലുകള് ഈ സ്പില്ലേജ് റെസ്പോൺസിന് വേണ്ടിയിട്ടുള്ള എന്ത് കൊടുത്തിരിക്കണം? പ്രോപ്പർ ആയിട്ടുള്ള എക്യുപ്മെന്റുകൾ പ്രൊവൈഡ് ചെയ്തിരിക്കണം. ഇങ്ങനെയുള്ള എക്യുപ്മെന്റുകളാണ് അബ്സോർബന്റ് പാഡ്സ്. അബ്സോർബന്റ് പാഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഇത്തരം ലീക്കേജുകൾ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അബ്സോർബ് ചെയ്തെടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള അബ്സോർബന്റ് പാഡുകള്, അതുപോലെ തന്നെ ഗ്ലൗസുകള്, ഗൗണുകള്, പിന്നെ മാസ്കുകള്, ഇങ്ങനെയുള്ള എന്താണ് ലീക്കേജ് റെസ്പോൺസ് എക്യുപ്മെന്റുകൾ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്തിരിക്കണം? പ്രൊവൈഡ് ചെയ്തിരിക്കണം. ഓക്കെ, അടുത്ത പോയിന്റ് എന്താണ്? അപ്പൊ നമ്മൾ പ്ലാൻ തയ്യാറാക്കി പ്രോപ്പർ ആയിട്ടുള്ള എക്യുപ്മെന്റുകൾ നമ്മൾ ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞു. അടുത്ത സ്റ്റെപ്പ് എന്താണ്? ട്രെയിൻ ദ സ്റ്റാഫ് ഇൻ ലീക്കേജ് റെസ്പോൺസ്, അല്ലെ? ഇനി അവിടുത്തെ സ്റ്റാഫുകൾക്ക് ഇത്തരം ലീക്കേജ് റെസ്പോൺസിന് വേണ്ട ശരിയായിട്ടുള്ള പരിശീലനങ്ങൾ അവർക്ക് പ്രൊവൈഡ് ചെയ്യുക, അല്ലെ? പരിശീലനങ്ങൾ കൊടുക്കണം, എങ്കിൽ മാത്രമേ അവർക്ക് അതിനനുസരിച്ച് പ്രവർത്തിക്കാനായിട്ട് സാധിക്കുള്ളൂ, അല്ലെ? ഓക്കെ, ഓൾ ഹോസ്പിറ്റൽ സ്റ്റാഫ് ഷുഡ് ബി ഗിവൻ ട്രെയിനിങ് ഓൺ ഹൗ ടു റെസ്പോണ്ട് ടു ലീക്കേജ് ആൻഡ് ഹൗ ടു യൂസ് ലീക്കേജ് റെസ്പോൺസ് എക്യുപ്മെന്റ്, അല്ലെ? അതായത് എങ്ങനെയാണ് ഇത്തരം ലീക്കേജ് വേസ്റ്റുകൾ, ഇത്തരം ലീക്കേജിനോട്, ഇങ്ങനെ ലീക്കേജ് വരുമ്പോൾ അതിനോട് എങ്ങനെ റെസ്പോണ്ട് ചെയ്യണം, അല്ലെങ്കിൽ ലീക്കേജ് റെസ്പോൺസ് എക്യുപ്മെന്റുകൾ എങ്ങനെ ഉപയോഗപ്പെടുത്തണം എന്നതിനെ പറ്റിയിട്ട് അവിടുത്തെ സ്റ്റാഫുകൾക്ക് ശരിയായിട്ടുള്ള പരിശീലനങ്ങൾ പ്രൊവൈഡ് ചെയ്തിരിക്കണം. അതാണ് മൂന്നാമത്തെ സ്റ്റെപ്പ്. ഓക്കെ, അടുത്തത് നാലാമത്തെ സ്റ്റെപ്പ് എന്താണ് പറയുന്നത്? യൂസ് ഓഫ് പ്രോപ്പർ ലീക്കേജ് കണ്ടെയ്ൻമെന്റ് മെറ്റീരിയൽസ്. അതാണ് യൂസ് ഓഫ് പ്രോപ്പർ ലീക്കേജ് കണ്ടെയ്ൻമെന്റ് മെറ്റീരിയൽസ്. കണ്ടെയ്ൻമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? തടഞ്ഞു നിർത്തുക എന്നുള്ള അർത്ഥമാണ് കേട്ടോ. കണ്ടെയ്ൻമെന്റ് കേട്ടോ, കണ്ടെയ്ൻമെന്റ് എന്ന് വെച്ചാൽ തടഞ്ഞു നിർത്തുക, നിയന്ത്രിക്കുക എന്നൊക്കെയുള്ള അർത്ഥമാണ്. അപ്പൊ എന്താണ്? നമ്മൾ ഇത്തരത്തില് ലീക്കേജുകൾ തടയുന്നതിന് വേണ്ടിയിട്ടുള്ള അനുയോജ്യമായിട്ടുള്ള മെറ്റീരിയലുകൾ ഉപയോഗിക്കുക, അതാണ് അവിടെ പറയുന്നത്, അല്ലെ? യൂസ് പ്രോപ്പർ ലീക്കേജ് കണ്ടെയ്ൻമെന്റ് മെറ്റീരിയൽസ്. ഇത്തരം ലീക്കേജ് തടയുന്നതിനുള്ള, നിയന്ത്രിക്കുന്നതിനുള്ള മെറ്റീരിയലുകൾ ഉപയോഗപ്പെടുത്തുക. അതാണ് നാലാമത്തെ സ്റ്റെപ്പ്. നമുക്ക് വായിക്കാം. എന്താണ് ലീക്കേജ് കണ്ടെയ്ൻമെന്റ് എന്നുള്ളത് കൃത്യമായിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. വാട്ട് ഈസ് മീൻ ബൈ ലീക്കേജ് കണ്ടെയ്ൻമെന്റ്? കണ്ടെയ്ൻമെന്റ് എന്ന് പറഞ്ഞാൽ തടഞ്ഞു നിർത്തുക എന്നുള്ള അർത്ഥമാണ് കേട്ടോ. അപ്പൊ നോക്കി, ലീക്കേജ് കണ്ടെയ്ൻമെന്റ് റെഫേഴ്സ് ടു ദ process in which the spillage or leakage of a liquid or other dangerous material is kept within a blockade. ഇത്രയും ഭാഗം അണ്ടർലൈൻ ചെയ്ത് വെക്കുക കേട്ടോ, അല്ലെങ്കിൽ ബ്രാക്കറ്റിൽ ഇട്ട് വെച്ചാൽ മതി. എന്താണ് ലീക്കേജ് കണ്ടെയ്ൻമെന്റ് എന്നാണ് അവർ പറഞ്ഞത്. എന്താണത്? അതായത് ഈ പറയുന്ന ഒരു ലിക്വിഡ് ആവാം, ലീക്കേജ് ആയിട്ടുള്ള ലിക്വിഡോ മറ്റേതെങ്കിലും അപകടകരമായിട്ടുള്ള വസ്തുക്കള് നമ്മൾ തടഞ്ഞു നിർത്തുന്ന, ബ്ലോക്കേഡ്, വിത്തിൻ ദ ബ്ലോക്കേഡ്, ദാറ്റ് മീൻസ് അത് നമ്മൾ അടയ്ക്കുകയാണ്, അല്ലെ? അവിടെ ബ്ലോക്ക് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലീക്കേജ് കണ്ടെയ്ൻമെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? ഇത്തരത്തിലുള്ള സ്പില്ലേജ്, ലിക്വിഡ് സ്പില്ലേജുകളായിരിക്കാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഡേഞ്ചറസ് ആയിട്ടുള്ള സ്പില്ലേജ് വേസ്റ്റുകളെ നമ്മൾ അവിടെ ബ്ലോക്ക് ചെയ്യുന്നതിന്, അതിന് തടഞ്ഞു നിർത്തുന്ന, അടയ്ക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലീക്കേജ് കണ്ടെയ്ൻമെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.
കേട്ടോ. ഓക്കെ, ദാറ്റ് മീൻസ് സ്പിൽ കണ്ടെയ്ൻമെന്റ് ആക്ച്വലി സ്റ്റോപ്പിംഗ് ആൻഡ് പ്രിവെന്റിംഗ് എ സ്പിൽ ഫ്രം സ്പ്രെഡിങ്. ചുരുക്കി പറഞ്ഞാൽ ആ ഒരു സ്പില്ലേജ് എന്ന് പറയുന്നത് ഒരിക്കലും സ്പ്രെഡ് ആവുന്നതിൽ നിന്ന് നമ്മൾ പ്രിവെന്റ് ചെയ്യാണ്, അതിങ്ങനെ വ്യാപിക്കുന്നതിന് നമ്മൾ പ്രിവെന്റ് ചെയ്യാണ്, അല്ലെങ്കിൽ അവിടെ തടഞ്ഞു നിർത്തുന്ന ആ ഒരു പ്രോസസ്സാണ്. അതിന് അനുയോജ്യമായിട്ടുള്ള മെറ്റീരിയലുകൾ എന്ത് ചെയ്യാം, ഉപയോഗപ്പെടുത്താം. അടുത്തത് അഞ്ചാമത്തെ പോയിന്റ് എന്താണ്, ഡിസ്പോസ് ഓഫ് ലീക്കേജ് വേസ്റ്റിന് പ്രോപ്പർ മാനർ, അല്ലെ, ശരിയായിട്ടുള്ള രീതിയിൽ ലീക്കേജ് വേസ്റ്റുകൾ നമ്മൾ ഡിസ്പോസ് ചെയ്യാം എന്ന് പറഞ്ഞാല് ലീക്കേജ് വേസ്റ്റ് ഷുഡ് ബി പ്രോപ്പർലി ഡിസ്പോസ്ഡ് ആസ് പെർ ദ ലോക്കൽ റെഗുലേഷൻസ് ആൻഡ് ഹോസ്പിറ്റൽ പോളിസീസ്. കൃത്യമായിട്ടുള്ള പ്രാദേശിക ചട്ടങ്ങൾ അല്ലെങ്കിൽ പ്രാദേശിക നിയമങ്ങൾക്കും ഹോസ്പിറ്റൽ നയങ്ങൾക്കും അനുസൃതമായിക്കൊണ്ട് നമ്മൾ ഇത്തരത്തിലുള്ള ലീക്കേജ് വേസ്റ്റുകൾ എന്ത് ചെയ്തിരിക്കുക, ഡിസ്പോസ് ചെയ്യാം. ലീക്കേജ് വേസ്റ്റ് ആണ്, വളരെയധികം സൂക്ഷിക്കേണ്ടതാണ്, തോന്നിയ രീതിയിലല്ല അത് ഡിസ്പോസ് ചെയ്യേണ്ടത്. അതിന് കൃത്യമായിട്ടുള്ള ഫെഡറൽ സ്റ്റേറ്റ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. എന്തിനു പറയുന്നു, ലോക്കൽ റെഗുലേഷൻസ് വരെയുണ്ട്, അല്ലെ, പ്രാദേശികമായിട്ടുള്ള ചട്ടങ്ങൾ വരെയുണ്ട്. അതെല്ലാം കൃത്യമായിട്ട് പാലിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ ഇത്തരം ലീക്കേജ് വേസ്റ്റുകൾ ഡിസ്പോസ് ചെയ്യുന്നത്. ക്ലിയർ ആയോ പറഞ്ഞത്? ഓക്കെ, അപ്പൊ എന്തൊക്കെ സ്റ്റെപ്പുകളാണ്? ഒന്നാമത് നമ്മൾ പറഞ്ഞു ഒരു ലീക്കേജ് റെസ്പോൺസ് പ്ലാൻ ആദ്യം തന്നെ എന്ത് ചെയ്യാം, പ്രിപ്പയർ ചെയ്യാം, അല്ലെ, ദാറ്റ് ഷുഡ് പ്രിപ്പയർ എ ലീക്കേജ് റെസ്പോൺസ് പ്ലാൻ. ഇനി പ്ലാൻ ചെയ്തതിന്റെ അടുത്ത പോയിന്റ് എന്താണ്, പ്രൊവൈഡ് അപ്രോപ്രിയേറ്റ് ലീക്കേജ് റെസ്പോൺസ് എക്യുപ്മെന്റുകൾ, അല്ലെ, കറക്റ്റ് ആയിട്ടുള്ള ലീക്കേജ് റെസ്പോൺസ് എക്യുപ്മെന്റുകൾ പ്രൊവൈഡ് ചെയ്യാം. മൂന്നാമത്തെ ഇതൊക്കെ പ്ലാനും കൊടുത്തു, എക്യുപ്മെന്റും പ്രൊവൈഡ് ചെയ്തു. ഇനി എന്ത് വേണം, അവർക്ക് പരിശീലനങ്ങൾ കൊടുക്കണം, അല്ലെ, അതെ, ട്രെയിൻഡ് സ്റ്റാഫ് ലീക്കേജ് റെസ്പോൺസിൽ സ്റ്റാഫുകൾക്ക് പരിശീലനങ്ങൾ കൊടുക്കുക. ഒരു മിനിറ്റ് കേട്ടോ, ജസ്റ്റ് മിനിറ്റ്. ഹലോ, എന്തേ? ഹലോ, ഓക്കെ, അപ്പൊ ഒന്ന് 2 മിനിറ്റ് ഒന്ന് വായിക്കേട്ടോ, 2 മിനിറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് വായിക്കേട്ടോ. മിനിറ്റ്. ഒരു മിനിറ്റ് ഒന്ന് വായിക്കേട്ടോ. ഓക്കെ, വായിച്ചോ, വായിച്ചിരുന്നോ? ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? ശരി, അപ്പൊ അടുത്ത ഭാഗങ്ങൾ നമുക്ക് നോക്കാം കേട്ടോ. അപ്പൊ 5 സ്റ്റെപ്പുകൾ ഓർത്ത് വെക്കുക കേട്ടോ. അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് മാനേജ്മെന്റ് ഓഫ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്പില്ലേജ് വേസ്റ്റുകൾ കേട്ടോ. ഇനി ഇത്തരം സ്പില്ലേജ് വേസ്റ്റുകളെ മാനേജ് ചെയ്യാനുള്ള
മാനേജ്മെന്റുകളാണ് നമ്മൾ പഠിക്കുന്നത്. നമ്മൾ ഒരു 6 ടൈപ്പ് പഠിച്ചു അല്ലെ. അപ്പൊ നമ്മൾ അവിടെ തന്നെ പറഞ്ഞു ഓരോ ടൈപ്പും നമ്മൾ ഡിസ്പോസ് ചെയ്യുന്നതിന് അതിൻ്റെതായ രീതികളുണ്ട് അല്ലെ. എല്ലാ ലീക്കേജ് വേസ്റ്റുകളും ഒരേ രീതിയിലാണോ ഡിസ്പോസ് ചെയ്യുന്നത്? അല്ല, വ്യത്യസ്ത രീതിയിലാണ് കേട്ടോ. ആ ഒരു മാനേജ്മെന്റുകളാണ് ഇത് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് കേട്ടോ. ഫസ്റ്റ് നോക്കാം നമുക്ക് ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സ് സ്പില്ലേജ് കേട്ടോ. നമ്മൾ ആദ്യത്തെ ടൈപ്പ് ഏതാ പറഞ്ഞത്? ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സ് ആണ്. സോറി കേട്ടോ, എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു കോള് വന്നു വീട്ടിൽ നിന്ന്, അതുകൊണ്ടാണ് കേട്ടോ. അതിപ്പോ പെട്ടെന്ന് എടുക്കാൻ പറ്റില്ലെങ്കിൽ ശരിയാവില്ല, അതുകൊണ്ടാണ് കേട്ടോ. സോറി. അപ്പം നമുക്ക് തുടങ്ങാം. അപ്പൊ നമ്മൾ ഇനി പഠിക്കാനുള്ളത് മാനേജ്മെന്റ് ഓഫ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്പില്ലേജ് വേസ്റ്റ്. അപ്പൊ ഓരോ ടൈപ്പുകളും ഏത് രീതിയിലാണ് നമുക്ക് മാനേജ് ചെയ്യേണ്ടത് നോക്കാം കേട്ടോ. ഫസ്റ്റ് ടൈപ്പ് എന്താണ്? ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സ് സ്പില്ലേജ് ആണ് കേട്ടോ. ആദ്യത്തെ ടൈപ്പ് നമ്മൾ അതല്ലേ പറഞ്ഞത്, ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സ് സ്പില്ലേജ്. അതിനെ എങ്ങനെയാണ് നമ്മൾ മാനേജ് ചെയ്യുന്നത്? ഇനിയിപ്പോ നമ്മൾ ഓരോ മാനേജ്മെന്റ് പഠിക്കുമ്പോഴും എല്ലാം ഏകദേശം ഒരുപോലെ തന്നെയാണ്. വലിയ വ്യത്യാസങ്ങൾ ഒന്നും പറയാനില്ല, എല്ലാം ഒരേ സ്റ്റെപ്പുകൾ തന്നെയാണ് വരുന്നത്. ചെറിയ ചില വ്യത്യാസങ്ങൾ മാത്രം ഉണ്ടെന്നുള്ളൂ, അത് മാത്രം നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. ആദ്യത്തെ നമുക്ക് നോക്കാം. ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സ് ലീക്കേജ് വേസ്റ്റ് ക്യാൻ കോസ് ഇൻഫെക്റ്റിയസ് ഡിസീസസ് ആൻഡ് പ്രോപ്പർ മാനേജ്മെന്റ് ഈസ് പ്രിവെന്റഡ് അല്ലെ. നമുക്കറിയാം ഇത്തരത്തിലുള്ള ബ്ലഡ് മറ്റുള്ള ബോഡി ഫ്ലൂയിഡ്സ് ലീക്കേജ് എന്ന് പറയുന്നത് പലതരത്തിലുള്ള ഇൻഫെക്റ്റീവ് ഡിസീസസുകൾ നമ്മൾ വരുത്തും അല്ലെ. ഒരുപാട് പലതരത്തിലുള്ള അസുഖങ്ങൾക്ക് അത് കാരണമാകും. അപ്പൊ അത് പ്രോപ്പർ ആയിട്ട് മാനേജ് ചെയ്യാന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ. ഓക്കെ, ഇനി എന്താണ് ബോഡി ഫ്ലൂയിഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ശരീരദ്രവങ്ങളാണ് അല്ലെങ്കിൽ ശരീരസ്രവങ്ങളെയാണ് നമ്മൾ ബോഡി ഫ്ലൂയിഡ്സ് എന്ന് പറയുന്നത്. അപ്പം ജസ്റ്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിരിക്കുക, എന്താണ് ബോഡി ഫ്ലൂയിഡ് എന്നാണ് അവർ പറയുന്നത്. എ ബോഡി ഫ്ലൂയിഡ് ആസ് എനി ഫ്ലൂയിഡ് ദാറ്റ് ഈസ് ഫൗണ്ട് ഇൻ, പ്രൊഡ്യൂസ്ഡ് ബൈ or excreted from the human body which includes blood, urine, feces, saliva, tears. Tears വേണ്ട കേട്ടോ, tears വെട്ടിക്കളഞ്ഞോളൂ കേട്ടോ. tears വേണ്ട, tears വെട്ടിക്കളയാം. പിന്നെ ബ്രസ്റ്റ് മിൽക്ക്, സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് അഥവാ CSF, സെമൻ, വാജിനൽ ഫ്ലൂയിഡ്, amniotic ഫ്ലൂയിഡ്, പ്ലൂറൽ ഫ്ലൂയിഡ്, പെരിറ്റോണിയൽ ഫ്ലൂയിഡ്, ബൈൽ, ഡൈജസ്റ്റീവ് ജ്യൂസസ്, വോമിറ്റ് ആൻഡ് ഫസ്റ്റ് അല്ലെ. അപ്പൊ നോക്കി, എന്താണ് ബോഡി ഫ്ലൂയിഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എനി ഫ്ലൂയിഡ് ഫൗണ്ട് ഇൻ അല്ലെ ഓർ പ്രൊഡ്യൂസ്ഡ് ബൈ ഓർ എക്സ്ക്രീറ്റഡ് ഫ്രം ദ ഹ്യൂമൻ ബോഡി, നമ്മുടെ മനുഷ്യ ശരീരത്തിൽ കാണപ്പെടുന്നതോ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നതോ എക്സ്ക്രീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ്ക്രീഷൻ എന്ന് വെച്ചാൽ വിസർജ്യം എന്നുള്ള അർത്ഥമാണ് കേട്ടോ. എന്ന് വെച്ചാൽ നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ നിന്ന് എലിമിനേറ്റ് ചെയ്യപ്പെടുന്നതോ വിസർജിക്കുന്നതോ ആയിട്ടുള്ള ഏതൊരു ഫ്ലൂയിഡ്സിനെയും നമുക്ക് എന്തായിട്ട് കണക്കാക്കാം? ബോഡി ഫ്ലൂയിഡ് ആയിട്ട് പറയാം അല്ലെ. എന്തൊക്കെയാണ് ബോഡി ഫ്ലൂയിഡ്സിനകത്ത് ഉൾപ്പെടുന്നത്? ബ്ലഡ് ആവാം അല്ലെ, യൂറിൻ ആവാം, ഫീസസ് എന്ന് വെച്ചാൽ മലമാണ്, സ്റ്റൂൾ ആണ് ഉദ്ദേശിക്കുന്നത്. സലൈവ എന്താണ്? ഉമിനീരാണ് കേട്ടോ, ഉമിനീരാണ്. പിന്നെ ടിയേഴ്സ്, കണ്ണുനീര് അല്ലെ, നമ്മുടെ ശരീരത്തിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നതാണ് അല്ലെ, കണ്ണുനീര്. അതുപോലെ തന്നെ ബിയേഴ്സ് വേണ്ട കേട്ടോ, അത് കിട്ടിയിട്ടുള്ളൂ. ബ്രസ്റ്റ് മിൽക്ക്, അതുപോലെ തന്നെ സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് അഥവാ CSF കേട്ടോ.
CSF എന്താണ്? സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാല് നമ്മുടെ ബ്രെയിൻ, നമ്മുടെ തലച്ചോറ്, അതുപോലെ നമ്മുടെ സുഷുമ്നാ നാഡി, നമ്മുടെ കേന്ദ്ര നാഡീ വ്യവസ്ഥയുടെ ഭാഗമാണ് അല്ലെ തലച്ചോറ്. സുഷുമ്നാ നാഡിക്കും ചുറ്റുമായിട്ട് സറൗണ്ട് ചെയ്യുന്ന ആ ഒരു ലിക്വിഡിനെയാണ് നമ്മൾ CSF എന്ന് പറയുന്നത്. ഒരു മിനിറ്റ് ഉണ്ടാവും. ഓക്കെ, അപ്പം ഇതിനകത്ത് എന്തൊക്കെയാണ് വരുന്നത്? ഹ്യൂമൻ ഫ്ലൂയിഡ്സ് എന്ന് പറയുമ്പോൾ ബ്ലഡ് ആവാം, യൂറിൻ ആവാം, ഫീസസ് ആവാം, സലൈവ ആവാം, ടിയേഴ്സ് ആയിരിക്കാം. അതുപോലെ തന്നെ ബ്രസ്റ്റ് മിൽക്ക്, സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് അഥവാ CSF ആണ് കേട്ടോ. CSF എന്ന് പറഞ്ഞാൽ സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് ആണ്. എന്ന് വെച്ചാൽ നമ്മുടെ തലച്ചോറിനും നമ്മുടെ സുഷുമ്നാ നാഡിക്കും ചുറ്റും ഉള്ള സറൗണ്ട് ചെയ്യുന്ന ആ ഒരു ലിക്വിഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? CSF എന്ന് പറയുന്നത് കേട്ടോ, സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ്. അതുപോലെ തന്നെ സെമൻ എന്ന് പറഞ്ഞാല് ബീജമാണ് കേട്ടോ. അതാണ് ബീജമാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ വെജൈനൽ ഫ്ലൂയിഡ് എന്ന് പറയുന്നത് യോനിദ്രവമാണ് കേട്ടോ, യോനിദ്രവം. അതുപോലെ തന്നെ അമ്നിയോട്ടിക് ഫ്ലൂയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ്? നമ്മുടെ ഈ ഗർഭസ്ഥ ശിശു ഉണ്ടല്ലോ, അതായത് ഗർഭാശയത്തിനുള്ളില് ആ ഒരു ഗർഭസ്ഥ ശിശുവിന് ചുറ്റുമായിട്ടുള്ള ആ ഒരു ഫ്ലൂയിഡ്, അതിനെയാണ് നമ്മൾ അമ്നിയോട്ടിക് ഫ്ലൂയിഡ് എന്നാണ് പറയാ അല്ലെ, അമ്നിയോട്ടിക് ദ്രാവകം. അത് വന്നിട്ട് നമ്മൾ കുഞ്ഞുങ്ങളുടെ വളർച്ചയ്ക്ക്, അവരുടെ മൂവ്മെന്റ്സിനൊക്കെ സഹായിക്കുന്ന ഒരു ഫ്ലൂയിഡ് ആണ് അല്ലെ. പ്രത്യേകിച്ച് അമ്മയുടെ ഗർഭപാത്രത്തിനകത്ത് ഉള്ള ആ ഒരു ഫ്ലൂയിഡ് ആണ്. ദാറ്റ് മീൻസ് കുഞ്ഞിന് ചുറ്റും, ഗർഭസ്ഥ ശിശുവിന് ചുറ്റുമുള്ള ആ ഒരു ഫ്ലൂയിഡ്, അതിനെയാണ് അമ്നിയോട്ടിക് ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പ്ലൂറൽ ഫ്ലൂയിഡ്. പ്ലൂറ എന്താണെന്നറിയാമോ? പ്ലൂറ എന്ന് പറഞ്ഞാല് നമ്മുടെ ശ്വാസകോശത്തിനെ ആവരണം ചെയ്തിരിക്കുന്ന ഒരു മെംബ്രെയിൻ ആണ് കേട്ടോ. നമ്മുടെ ശ്വാസകോശത്തിനെ ആവരണം ചെയ്തിരിക്കുന്ന ഒരു മെംബ്രെയിൻ ആണ്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്ലൂറ എന്ന് പറയുന്നത്. അപ്പൊ പ്ലൂറൽ ഫ്ലൂയിഡ് എന്ന് പറയുമ്പോൾ ആ ഒരു മെംബ്രെയിനകത്തുള്ള ഒരു ഫ്ലൂയിഡ് ആണ് കേട്ടോ. ഓക്കെ, പ്ലൂറ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശ്വാസകോശത്തിന്റെ ആവരണത്തിനെയാണ് നമ്മൾ പ്ലൂറ എന്ന് പറയുന്നത്. ഈ പ്ലൂറൽ മെംബ്രെയിനകത്തുള്ള ഫ്ലൂയിഡ് ആണ് കേട്ടോ, പ്ലൂറൽ ഫ്ലൂയിഡ് എന്നാണ് ഇതിനെ പറയുക കേട്ടോ. പിന്നെ പെരിറ്റോണിയൽ ഫ്ലൂയിഡ് എന്താണ്? നമ്മൾ പഠിച്ചതാണ് അല്ലെ. പെരിറ്റോണിയൽ ഫ്ലൂയിഡ് എന്താണ്? നമ്മുടെ ഡയാലിസിസ്, പെരിറ്റോണിയൽ ഡയാലിസിസ്, പെരിറ്റോണിയം എന്ന് പറയുന്ന നമ്മുടെ അബ്ഡോമിനൽ അല്ലെ, നമ്മുടെ അബ്ഡോമിൻ ഓർഗൻസിനെ സറൗണ്ട് ചെയ്യുന്ന ഒരു മെംബ്രെയിൻ ആണ് പെരിറ്റോണിയം എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്തുള്ള ഫ്ലൂയിഡ് ആണ് പെരിറ്റോണിയൽ ഫ്ലൂയിഡ്. പിന്നെ ബൈൽ എന്താണ്? പിത്തരസമാണ് കേട്ടോ, പിത്തരസം. പിന്നെ ഡൈജസ്റ്റീവ് ജ്യൂസസ്, ദഹനരസങ്ങള്. പിന്നെ വൊമിറ്റ് ആൻഡ് പസ് കേട്ടോ, ഛർദിക്കാം അല്ലെ, ഛർദിൽ അതുപോലെ പസ്, പഴുപ്പുകള്, ഇതൊക്കെയാണ് എന്തായിട്ട് വരുന്നത്? ബോഡി ഫ്ലൂയിഡ്സുകളായിട്ട് കണക്കാക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയേ. വായിക്കേട്ടോ, ഇത്ര എടുത്ത ഭാഗങ്ങളൊന്ന് വായിക്കേ.
വാങ്ങിച്ചോ? ഓക്കെ അല്ലേ? അപ്പൊ ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കാം കേട്ടോ. അടുത്ത നോക്കാം നമുക്ക്. അപ്പോ ഇത് ഓർത്ത് വെക്കാം കേട്ടോ. എന്താണ് ബോഡി ഫ്ലൂയിഡ്സ്, അതിൽ എന്തൊക്കെയാണ് വരുന്നതെന്നുള്ളത് നോക്കാം കേട്ടോ. നെക്സ്റ്റ് നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇതിനെ മാനേജ് ചെയ്യേണ്ടത് കേട്ടോ. ഒന്നാമത്തെ സ്റ്റെപ്പ് ഇതാണ്, വിയർ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് കേട്ടോ. വിയർ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്, അതായത് നമ്മള് വ്യക്തിഗത സംരക്ഷണ മാർഗങ്ങൾ നമ്മൾ ധരിക്കുക. അതാണ് ഒന്നാമത്തെ മാനേജ്മെന്റിന്റെ ഭാഗമായിട്ട് ഒന്ന് ചെയ്യേണ്ടത്. കാര്യം നമ്മൾ ഇതുമായിട്ട് ഇടപഴകുന്ന സമയത്ത് നമ്മുടെ വ്യക്തിഗത സംരക്ഷണ ഉപാധികൾ ഉപയോഗിച്ചിരിക്കണം അല്ലെ. അപ്പൊ അതാണ് ആദ്യത്തെ സ്റ്റെപ്പ് കേട്ടോ. വിയർ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് എന്ന് പറഞ്ഞാല് പേഴ്സണൽ ഷുഡ് പുട്ട് ഓൺ the proper personal protective equipment such as gloves, gowns and face shields before approaching the spillage to prevent contact with the liquid. അതാണ് പറയുന്നത് പേഴ്സണൽ. ഈ പേഴ്സണലിന്റെ അർത്ഥം എന്താണ്? സ്റ്റാഫ് എന്നാണ് കേട്ടോ. സ്റ്റാഫ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. സോ പേഴ്സണൽ ഷുഡ് പുട്ട് ഓൺ ദ പ്രോപ്പർ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് അഥവാ PPE. അപ്പൊ നിങ്ങൾ അവിടെ PPEയുടെ ഫുൾ ഫോം പഠിച്ചു വെക്കണം കേട്ടോ. PPEയുടെ ഫുൾ ഫോം എന്താണ്? പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് ആണ് കേട്ടോ. അതായത് അവിടുത്തെ സ്റ്റാഫുകള് വ്യക്തിഗത സംരക്ഷണ മാർഗങ്ങൾ ഉപയോഗിച്ചിരിക്കണം. എന്തൊക്കെയാണ്? സച്ച് ഗ്ലൗസുകള്, ഗൗണുകള്, അതുപോലെ തന്നെ ഫേസ് ഷീൽഡുകള്, ബിഫോർ അപ്രോച്ചിങ് ദ സ്പില്ലേജ് ടു പ്രിവെന്റ് കോണ്ടാക്ട് വിത്ത് ദ ലിക്വിഡ്. ഇത്തരം സ്പില്ലേജ് വേസ്റ്റുകളായിട്ട് കോണ്ടാക്റ്റില് വരുന്നതിന് മുൻപായിട്ട് തന്നെ ഈ പറയുന്ന ഗ്ലൗസ്, ഗൗൺസ്, ഫേസ് ഷീൽഡ് പോലെയുള്ള പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റുകൾ ധരിച്ചിരിക്കണം. അതാണ് ഒന്നാമത് ചെയ്യേണ്ടത്. രണ്ടാമത്തെ എന്താണ് പറയുന്നത്? കണ്ടെയ്ൻ ദ സ്പിൽ. അതാണ് കണ്ടെയ്ൻ ദ സ്പിൽ. കണ്ടെയ്ൻ ദ സ്പിൽ എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് വേറൊന്നുമല്ല, കൺട്രോൾ ആൻഡ് ലിമിറ്റ് ദ സ്പ്രെഡിങ് ഓഫ് ലീക്കേജ് എന്നാണ് അർത്ഥം കേട്ടോ. കണ്ടെയ്ൻ ദ സ്പിൽ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? കൺട്രോൾ ആൻഡ് ലിമിറ്റ് ദ സ്പ്രെഡിങ് ഓഫ് ലീക്കേജസ് കേട്ടോ. നമ്മൾ ഇത്തരം ലീക്കേജസിനെ കൺട്രോൾ ചെയ്യുക അല്ലെങ്കിൽ അതിന്റെ സ്പ്രെഡിങ്ങിനെ ലിമിറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കണ്ടെയ്ൻ ദ സ്പിൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് വായിക്കാം. Use absorbent materials such as paper towels or absorbent pads contain the spill and stop it from spreading. അല്ലെ, നമ്മൾ എന്ത് ചെയ്യണം? ഇത്തരം സ്പില്ലേജ് വേസ്റ്റുകൾ സ്പ്രെഡ് ആവുന്നതിൽ നിന്ന് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അബ്സോർബന്റ് പാഡുകൾ അല്ലെങ്കിൽ നമ്മൾ എന്താണ് ടവലുകൾ അല്ലെ, പേപ്പർ ടവലുകൾ, അപ്പൊ അത് വെച്ച് ഒപ്പിയെടുക്കാം നമുക്ക് അല്ലെ. അതങ്ങനെ ഒപ്പിയെടുക്കുന്ന സമയത്ത് നമുക്ക് ഈ അതിങ്ങനെ സ്പ്രെഡ് ആയി പോകുന്ന അവസ്ഥയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രിവെന്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ അത്തരത്തിലുള്ള പേപ്പർ ടവലുകൾ, അബ്സോർബന്റ് പാഡുകളൊക്കെ ഉപയോഗിക്കാം കേട്ടോ. എന്നിട്ട് അത് ഉപയോഗിച്ച് നമ്മൾ അബ്സോർബ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം? അത് ഏത് രീതിയിലാണ് നമ്മൾ അത് ഡിസ്പോസ് ചെയ്യുന്നത്? ടു ഡിസ്പോസ് ഓഫ് ദ മെറ്റീരിയൽസ് പുട്ട് ദം ഇൻ എ ബാഗ് ഓർ കണ്ടെയ്നർ മാർക്ക്ഡ് ബയോഹസാർഡ്. അതിനുശേഷം നമ്മൾ ഇത്തരത്തിലുള്ള അബ്സോർബന്റ് പാഡുകളും പേപ്പർ ടവലുകളും ഈ ഒരു ലീക്കേജ് വേസ്റ്റ് ഒപ്പിയെടുത്തതിന് ശേഷം നമ്മൾ ബയോഹസാർഡിന് കൃത്യമായിട്ട് മാർക്ക് ചെയ്തിട്ടുള്ള സ്പെഷ്യൽ കണ്ടെയ്നറിലോ ബാഗുകളിലോ നമ്മൾ അത് എന്ത് ചെയ്തിരിക്കണം? ഡെപ്പോസിറ്റ് ചെയ്തിരിക്കണം അല്ലെ. നമ്മൾ അതിനകത്ത് ഡെപ്പോസിറ്റ് ചെയ്തിരിക്കണം. ഇനി ഇഫ് ദർ ഈസ് എനി ഗ്ലാസ് പീസസ് പ്രസന്റ് മോർ പ്രിക്കോഷൻസ് ഷുഡ് ബി ടേക്കൺ കേട്ടോ. ഇനി ഏതെങ്കിലും തരത്തിലുള്ള ഗ്ലാസ് പീസസുകൾ അതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറെ കൂടെ സുരക്ഷാ മുൻകരുതലുകൾ നമ്മൾ എടുത്തിരിക്കും. ക്ലിയർ ആയോ പറഞ്ഞത്? അപ്പൊ കണ്ടെയ്ൻ ദ സ്പിൽ എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്ന അർത്ഥം ഇത്രയേ ഉള്ളൂ, കൺട്രോൾ ആൻഡ് ലിമിറ്റ് ദ സ്പ്രെഡിങ് ഓഫ് ലീക്കേജ് കേട്ടോ. ലീക്കേജിനെ കൺട്രോൾ ചെയ്യുക, അതിന്റെ സ്പ്രെഡിങ് നമ്മൾ ലിമിറ്റ് ചെയ്യാന്നാണ് ഉദ്ദേശിക്കുന്നത്. അതിനായിട്ട് പ്രത്യേകം പേപ്പർ ടവലുകൾ, അബ്സോർബന്റ് പാഡുകൾ ഉപയോഗിക്കാം. അതിനുശേഷം നമ്മൾ അത് ബയോഹസാർഡ് എന്ന് മാർക്ക് ചെയ്തിട്ടുള്ള സ്പെഷ്യൽ കണ്ടെയ്നറിലോ ബാഗുകളിലോ അത് ഡെപ്പോസിറ്റ് ചെയ്യാം കേട്ടോ. അതിനകത്ത് ഏതെങ്കിലും ഗ്ലാസ് പീസസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അഡീഷണൽ മുൻകരുതലുകൾ നമ്മൾ എടുത്തിരിക്കണം. അല്ലെങ്കിൽ അതൊക്കെ കൊണ്ട് നമ്മുടെ കയ്യോ കാലോ മുറിയാനും കൂടുതൽ അപകടങ്ങളൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പൊ അതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് വേണം ഇത് ചെയ്യാനായിട്ട്. അടുത്തത് എന്താണ്? ഡിസ്ഇൻഫെക്റ്റഡ് ഏരിയ. എന്താണ് ഡിസ്ഇൻഫെക്റ്റഡ് ഏരിയ? ആ ലീക്കേജ് വേസ്റ്റ് ഉണ്ടായ ആ ഒരു ഏരിയ നമ്മൾ എന്ത് ചെയ്യണം? ഡിസ്ഇൻഫെക്ട് ചെയ്യണം അല്ലെ, അണുവിമുക്തമാക്കണം. എങ്ങനെയാണെന്ന് നോക്കിയേ. an adequate alleviation of both the gram-positive and gram-negative bacteria using 1% hypochlorite solution in case of blood and body fluid samples. അവിടെ ഒന്ന് ശ്രദ്ധിക്കുന്നു കേട്ടോ. an adequate alleviation എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? റെഡ്യൂസിങ് എന്നാണ് കേട്ടോ. alleviation എന്ന് പറഞ്ഞു കഴിഞ്ഞാല് റെഡ്യൂസ് ചെയ്യുക, കുറയ്ക്കുക എന്നുള്ള അർത്ഥമാണ് കേട്ടോ. അപ്പൊ an adequate alleviation of both gram-positive and gram-negative bacteria using 1% hypochlorite solution. ആ 1% hypochlorite solution ഉള്ളത് അണ്ടർലൈൻ ചെയ്ത് വെക്കുക കേട്ടോ.
ഇൻ കേസ് ഓഫ് ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ് സാമ്പിൾ, അതായത് ഇത്തരത്തിലുള്ള ബ്ലഡ് ബോഡി ഫ്ലൂയിഡ് സാമ്പിൾസുകളെ എന്ത് ചെയ്യാനായിട്ട് നമുക്ക് ഒരു പരിധി വരെ റിഡ്യൂസ് ചെയ്യാനായിട്ട് എന്ത് ഉപയോഗപ്പെടുത്താം? 1% ഹൈപ്പോക്ലോറേറ്റ് സൊല്യൂഷൻ ഉപയോഗപ്പെടുത്തുക കേട്ടോ. 1% ഹൈപ്പോക്ലോറേറ്റ് സൊല്യൂഷൻ. ഹൈപ്പോക്ലോറേറ്റ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ശരിക്കും സോഡിയം ഹൈപ്പോക്ലോറേറ്റ് സൊല്യൂഷൻ ആണ് കേട്ടോ. അതായത് ക്ലോറിൻ അടങ്ങിയിട്ടുള്ള ബ്ലീച്ച് പോലെയൊക്കെയുള്ള ഒരു സൊല്യൂഷൻ ആണ്. അതിനകത്ത് 1% ഹൈപ്പോക്ലോറൈഡ് എന്താ പറയാ മെറ്റീരിയലും ബാക്കി സൊല്യൂഷനാണ്. വെള്ളമായിട്ട് നമ്മൾ മിക്സ് ചെയ്തിട്ട് ഇതിനകത്ത് 1% ആണ് ഉണ്ടായിരിക്കുക കേട്ടോ. കോൺസെൻട്രേഷൻ ആണ് പറയുന്നത് 1% ഹൈപ്പോക്ലോറൈറ്റ് സൊല്യൂഷൻ. ഈ സൊല്യൂഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇത്തരത്തിലുള്ള ഗ്രാം പോസിറ്റീവ് ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയാസിനെ നമുക്ക് ഒരു പരിധി വരെ കുറയ്ക്കാനായിട്ട് പറ്റും. അപ്പൊ നിങ്ങൾക്ക് അടുത്ത സംശയം എന്താണ് ഈ ഗ്രാം പോസിറ്റീവ് ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ എന്ന് പറഞ്ഞാൽ? അത് വേറെ ഒന്നുമല്ല ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ടു ബ്രോഡ് കാറ്റഗറീസ് ഓഫ് ബാക്ടീരിയാസ് ആണ് കേട്ടോ. നമ്മള് ബാക്ടീരിയനെ ഇങ്ങനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നതാണ്. ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ എന്നും ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ എന്നും നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഗ്രാം പോസിറ്റീവ് എന്ന് പറഞ്ഞാല് നമ്മൾ ഈ ഒരു എന്താ പറയാ ഗ്രാം സ്റ്റെയിനിങ് പ്രോസസ് ഉണ്ട്. അതായത് നമ്മൾ ലബോറട്ടറി പഠിച്ചപ്പോൾ മൈക്രോബയോളജി പഠിച്ചില്ലേ? അതായത് മൈക്രോബയോളജിക്കകത്ത് മൈക്രോ ഓർഗാനിസംസിന്റെ ഒക്കെ നമ്മൾ പഠനം നടത്തുന്നുണ്ട്. അപ്പൊ അവിടെ നടത്തുന്ന ഒരു ലാബ് ടെസ്റ്റ് ആണ്, ലാബ് പ്രൊസീജിയർ ആണ് ഗ്രാം സ്റ്റെയിനിങ് പ്രോസസ് എന്നാണ് പറയാ. അപ്പൊ ഗ്രാം സ്റ്റെയിനിങ് പ്രോസസ്സ് നടത്തുമ്പോൾ അതിനകത്തൊരു പർപ്പിൾ ഒരു വയലറ്റ് കളർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ബാക്ടീരിയസിനെയാണ് നമ്മൾ ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ എന്ന് പറയുന്നത്. ഒരു ക്രിസ്റ്റൽ വയലറ്റ് കളറാണ്. ക്രിസ്റ്റൽ വയലറ്റ് കളർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ബാക്ടീരിയാസ്, അതാണ് ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ എന്ന് പറയുന്നത്. ഇനി ഗ്രാം സ്റ്റെയിനിങ് പ്രോസസ്സിനകത്ത് ഈ ക്രിസ്റ്റൽ വയലറ്റ് കളർ പ്രൊഡ്യൂസ് ചെയ്യാത്ത ബാക്ടീരിയ ഉണ്ട്. അതിനെയാണ് നമ്മൾ ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ എന്ന് പറയുന്നത്. സംഭവം എന്താണ്? രണ്ട് ബ്രോഡ് കാറ്റഗറീസ് ഓഫ് ബാക്ടീരിയാസ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നതാണ് കേട്ടോ. ഗ്രാം പോസിറ്റീവ്സ് ഉണ്ട്, ഗ്രാം നെഗറ്റീവ് ഉണ്ട്. അത് വേറൊന്നുമല്ല, ഗ്രാം സ്റ്റെയിനിങ് പ്രോസസ്സിനകത്ത് ക്രിസ്റ്റൽ വയലറ്റ് കളർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ, പ്രൊഡ്യൂസ് ചെയ്യപ്പെടാത്തത് ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ. അത്രയും നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. അപ്പൊ നമ്മുടെ ഈ ബ്ലഡിൽ ബോഡി ഫ്ലൂയിഡ്സിലൊക്കെ അടങ്ങിയിട്ടുള്ള ഗ്രാം പോസിറ്റീവ് ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയയൊക്കെ ഒരു പരിധി വരെ കുറയ്ക്കുന്നതിനായിട്ട് നമ്മൾ എന്ത് ഉപയോഗപ്പെടുത്താനാണ് പറയുന്നത്? 1% ഹൈപ്പോക്ലോറൈറ്റ് സൊല്യൂഷൻ ഉപയോഗപ്പെടുത്താമെന്നാണ് പറയുന്നത് കേട്ടോ. അത് ഉപയോഗിച്ച് ഡിസിൻഫെക്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ നോക്കാം. യൂസ് എ ഡിസിൻഫെക്റ്റന്റ് സൊല്യൂഷൻ ടു ക്ലെൻസ് ദ അഫക്റ്റഡ് ഏരിയ കംപ്ലീറ്റ്ലി യൂസിങ് ആപ്റ്റ് സൊല്യൂഷൻ. എക്സാമ്പിൾ പറയുന്നുണ്ട്, ക്ലോറിൻ റിലീസിങ് ഏജന്റ് ആണ് കേട്ടോ. ബ്ലീച്ച് പോലെയുള്ള ക്ലോറിൻ റിലീസിങ് ഏജന്റ്സ് ആണ് കേട്ടോ. അപ്പോ നമ്മൾ എന്ത് ചെയ്യുക? ആ ഒരു അഫക്റ്റഡ് ഏരിയ പൂർണ്ണമായിട്ടും വൃത്തിയാക്കുന്നതിനായിട്ട് ഇത്തരത്തിലുള്ള ഡിസിൻഫെക്ഷൻ സൊല്യൂഷൻ നമ്മൾ ഉപയോഗപ്പെടുത്തുക കേട്ടോ. അത് മാത്രമല്ല, abide by the manufacturer's directives for the proper concentration and contact time of the disinfectant. അത് മാത്രമല്ല, നമ്മൾ കൃത്യമായിട്ട് ആ മാനുഫാക്ചററുടെ നിർദ്ദേശപ്രകാരം പ്രോപ്പർ കോൺസെൻട്രേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് നമ്മൾ ആ ഒരു മാനുഫാക്ചറുടെ നിർദ്ദേശങ്ങൾ ഫോളോ ചെയ്യുക. അതായത് ഈ ഒരു സൊല്യൂഷൻ ഇത്ര കോൺസെൻട്രേഷനിലാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. നമ്മൾ പറഞ്ഞല്ലോ 1% ആണ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. അപ്പൊ ആ ശരിയായ കോൺസെൻട്രേഷൻ പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അതിന്റെ മാനുഫാക്ചറുടെ കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നമ്മൾ ഫോളോ ചെയ്യണം. ആ ശരിയായ കോൺസെൻട്രേഷനിൽ അത് ഉണ്ടാക്കിയാൽ മാത്രമാണ് നമുക്കത് കുറെ കൂടി ഇഫക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ ആ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കുന്നതിനായിട്ട് അതിന്റെ മാനുഫാക്ചറിന്റെ കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നമ്മൾ ഫോളോ ചെയ്യണം. ഓക്കെ, അത് മാത്രമല്ല ആൻഡ് കോണ്ടാക്ട് ടൈം ഓഫ് ദ ഡിസിൻഫെക്റ്റന്റ്. അതുപോലെ നമ്മൾ ഇത്തരം ഡിസിൻഫെക്റ്റന്റ് എത്ര സമയം നമ്മൾ അഫക്റ്റഡ് ഏരിയയിൽ ഉപയോഗപ്പെടുത്തണം, ആ ഒരു ഡ്യൂറേഷൻ ഓഫ് ടൈം ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമ്മൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യണം. അല്ലെ, ഇപ്പൊ നമ്മൾ ഇത്തരം ഡിസിൻഫെക്റ്റന്റ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ അത് ഒഴിച്ച ഉടനെ തന്നെ ക്ലീൻ ചെയ്യല്ല അല്ലെ. നമ്മൾ ചിലപ്പോൾ ആ ഏരിയയിൽ കുറച്ചധികം സമയം നമ്മൾ ഒഴിച്ചിടും അല്ലെ. ഒഴിച്ചിട്ടിട്ട് കുറച്ച് സമയത്തിന് ശേഷമായിരിക്കാം നമ്മൾ അവിടെ ക്ലീൻ ചെയ്യുന്നുണ്ടാവാം. അപ്പൊ ആ ഒരു ഡ്യൂറേഷൻ ഓഫ് ടൈം, എത്ര സമയം നമ്മൾ ആ ഡിസിൻഫെക്റ്റന്റ് സൊല്യൂഷൻ അവിടെ ഉപയോഗപ്പെടുത്തണം, അത്തരം സമയത്തിനെ പറ്റിയിട്ടും ആ മാനുഫാക്ചറിന്റെ നിർദ്ദേശങ്ങൾ ഫോളോ ചെയ്യും. ഓക്കെ, അപ്പൊ ആ രീതിയിലാണ് ആ ഏരിയ നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഡിസിൻഫെക്റ്റ് ചെയ്യേണ്ടത്. ക്ലിയർ ആയോ? പറഞ്ഞത് മനസ്സിലായോ? ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായോ? ഓക്കെ, അടുത്തതാണ് then the area should be made clean using water and general purpose detergent allowed to air dry down. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യാം? ആ ഒരു ഏരിയ നല്ലപോലെ ക്ലീൻ ചെയ്യാം. ഡിസിൻഫെക്ട് ചെയ്തതിന് ശേഷം വീണ്ടും നമ്മൾ ആ ഏരിയ നല്ലപോലെ ക്ലീൻ ചെയ്യാം. എന്തുപയോഗിച്ചുകൊണ്ട്? വാട്ടർ ആൻഡ് ജനറൽ പർപ്പസ് ഡിറ്റർജന്റ്. സാധാരണ വെള്ളം നമ്മുടെ ജനറൽ പർപ്പസ് ഡിറ്റർജന്റ് അരച്ച് അത് ഉപയോഗിച്ചുകൊണ്ട് ആ ഏരിയ നമ്മൾ നല്ലപോലെ ക്ലീൻ ചെയ്യാം. അതിനുശേഷം അലൗഡ് ടു എയർ ഡ്രൈ, അത് ഉണങ്ങാനായിട്ട് അനുവദിക്കാം.
നോർമലി അത് ഉണങ്ങാനായിട്ട് അനുവദിക്കുക കേട്ടോ. അതിനുശേഷം എന്താണ്, ഗെറ്റ് റിഡ് ഓഫ് വേസ്റ്റ് അല്ലെ, വേസ്റ്റുകൾ നമ്മൾ എന്ത് ചെയ്യാം, ഡിസ്പോസ് ചെയ്യാം. എന്താണ്, ഓൾ മെറ്റീരിയൽസ് ദാറ്റ് കം ഇൻ ടച്ച് വിത്ത് ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സ് ഷുഡ് ബി ഡിസ്കാർഡഡ് ആസ് എ ഡേഞ്ചറസ് വേസ്റ്റ് ഇൻ ലാബിൾഡ് ബയോ ഹസാർഡ് ബാഗ്സ് ഓർ കണ്ടെയ്നേഴ്സ്. ഇനി നമ്മൾ ഇത്തരത്തിലുള്ള ബ്ലഡും ബോഡി ഫ്ലൂയിഡ്സുമായിട്ട് ടച്ചിൽ വന്നിട്ടുള്ള എല്ലാ മെറ്റീരിയലുകളും നമ്മൾ ഡേഞ്ചറസ് മെറ്റീരിയലുകളായിട്ട് കണക്കാക്കിയിട്ട് അതിനെ ഡിസ്കാർഡ് ചെയ്യുക അല്ലെ, അതിനെ നമ്മൾ ഒഴിവാക്കാം. ഓക്കെ, അത് നമ്മൾ ഡിസ്പോസ് ചെയ്യാം കേട്ടോ. എങ്ങനെ, ഇൻ ലേബൽഡ് ബയോ ഹസാർഡ് ബാഗ്സ് ഓർ കണ്ടെയ്നർ, നമ്മൾ ബയോ ഹസാർഡ് എന്ന് എഴുതിയിട്ടുള്ള ആ കൃത്യമായിട്ടുള്ള ബാഗുകളിൽ കണ്ടെയ്നറിലായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അത് കൃത്യമായിട്ട് ഡിസ്കാർഡ് ചെയ്യുക കേട്ടോ. ഇത്രയും സ്റ്റെപ്പാണ് അതിനകത്ത് വരുന്നത്. Then last one, hand hygiene should be done. കൈ ശുചിത്വം പാലിക്കുക അല്ലെ. നമ്മൾ ഇതെല്ലാം ചെയ്തതിന് ശേഷം നമ്മൾ കൈകൾ നല്ല വൃത്തിയായിട്ട് നമ്മൾ എന്ത് ചെയ്യാം, നമ്മുടെ കൈകൾ നല്ല പോലെ വൃത്തിയാക്കുക കേട്ടോ. ഇത്രയും കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. ഒന്നുമില്ല, ഇതൊക്കെ നമുക്ക് ആലോചിച്ചാൽ കിട്ടാവുന്നുള്ളൂ. ഒന്ന്, നമ്മൾ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റുകൾ ധരിക്കുക കേട്ടോ. വ്യക്തിഗത സംരക്ഷണ ഉപാധികൾ നമ്മൾ ഉപയോഗിക്കുക. ഗ്ലൗസുകൾ, ഗൗണുകൾ, ഷീൽഡ്, ഈ പറയുന്ന എന്താ പറയുക ഫേസ് ഷീൽഡുകൾ, മാസ്കുകളൊക്കെ അത് ഉപയോഗിക്കാം. അതിനുശേഷം നമ്മൾ അബ്സോർബന്റ് പാഡുകളും മറ്റ് എന്താ പറയുക കവേഴ്സുകളും ഉപയോഗിച്ചുകൊണ്ട് ഈ പറയുന്ന സ്പില്ലേജ് വേസ്റ്റുകൾ നമ്മൾ എടുക്കുക അല്ല, അതിനെ കളക്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ അതിനെ ഡിസ്പോസ് ചെയ്യുക. ഡിസ്പോസ് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് ബയോഹസാർഡിന് എഴുതിയിട്ടുള്ള ബാഗുകളുടെ കണ്ടെയ്നറിൽ വേണം നമ്മൾ ഡിസ്പോസ് ചെയ്യാനായിട്ട് കേട്ടോ. പിന്നെ അതിനുശേഷം നമ്മൾ ആ ഏരിയ ഡിസ്ഇൻഫെക്ട് ചെയ്യുക, അണുവിമുക്തമാക്കുക. അതിനായിട്ട് നമ്മൾ എന്താ ഉപയോഗിക്കുന്നത്, അത് പ്രത്യേകം ഓർക്കണം കേട്ടോ. ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സുകൾ അടങ്ങിയിട്ടുള്ള അത്തരം സ്പില്ലേജ് ഏരിയ ഡിസ്ഇൻഫെക്ട് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത് 1% ഹൈപ്പോക്ലോറൈറ്റ് സൊല്യൂഷൻ ആണ് കേട്ടോ. എന്താണ്, 1% ഹൈപ്പോക്ലോറൈറ്റ് സൊല്യൂഷൻ ആണ് അവിടെ ഉപയോഗപ്പെടുത്തുന്നത് കേട്ടോ. അതിനുശേഷം ആ ഏരിയ നമ്മൾ സാധാരണ വാട്ടറും ഡിറ്റർജന്റ് ഉപയോഗിച്ച് നല്ലപോലെ ക്ലീൻ ചെയ്യുക കേട്ടോ. എന്നിട്ട് അത് ഉണങ്ങാനായിട്ട് അനുവദിക്കുക. അതിനുശേഷം ഈ ഒരു ബ്ലഡ് ബോഡി ഫ്ലൂയിഡ്സുമായിട്ട് ടച്ച് വരുന്ന എല്ലാ മെറ്റീരിയലുകളെയും നമ്മൾ കൃത്യമായിട്ടുള്ള ബയോ ഹസാർഡ് ബാഗുകളുടെ കണ്ടെയ്നറിലാക്കിയിട്ട് ഡിസ്കാർഡ് ചെയ്യുക. അതിനുശേഷം വൃത്തിയായിട്ട് നമ്മുടെ കൈകൾ വാഷ് ചെയ്യുക. ഓക്കെ ആണല്ലോ. ഇനി നോക്കാം, സോഫ്റ്റ് ഫർണിഷ്മെന്റ്സ് കേട്ടോ. ഓക്കെ, ഫർണിച്ചറുകൾ അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോഫ്റ്റ് ഫർണിഷിംഗ് മേ ബി ഡാമേജ്ഡ് ബൈ ഡിസ്ഇൻഫെക്റ്റന്റ് പ്രോഡക്റ്റ് സച്ച് എസ് സോഡിയം ഹൈപ്പോക്ലോറൈറ്റ്. അപ്പൊ നമ്മൾ ഇവിടെ 1% സോഡിയം ഹൈപ്പോക്ലോറൈറ്റ് സൊല്യൂഷൻ ഉപയോഗിച്ചിട്ടുള്ളത് ക്ലോറിൻ റിലീസിംഗ് ആയിട്ടുള്ള ഏജന്റ് ആണ്. അപ്പൊ ഇത്തരം ബ്ലീച്ചുകളൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് ഈ നമ്മൾ സോഫ്റ്റ് ആയിട്ടുള്ള ഫർണിച്ചറുകൾക്കൊക്കെ കേടുപാടുകൾ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. കാരണം ഇതൊരു കെമിക്കൽ ആണല്ലോ. അപ്പൊ സോഫ്റ്റ് ആയിട്ടുള്ള ഫർണിച്ചറിനൊക്കെ ചിലപ്പോൾ കേടുപാടുകൾ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, it is suggested that polluted soft furnishings and carpets unable to endure chemical disinfection should be made clean using hot water and a detergent or steam cleaned. അപ്പൊ അത്തരത്തിലുള്ള ചില ഫർണിഷിങ്സ് ഉണ്ടെങ്കിൽ, കാർപ്പറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇത്തരത്തിൽ കെമിക്കൽ ഡിസ്ഇൻഫെക്ഷൻ ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പൊ അവ എങ്ങനെ നമ്മൾ ഡിസ്ഇൻഫെക്ട് ചെയ്യും? അതിനായിട്ട് നമ്മൾ സാധാരണ ഹോട്ട് വാട്ടറും അതുപോലെ തന്നെ ഡിറ്റർജന്റോ അല്ലെങ്കിൽ നമ്മൾ സ്റ്റീം ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുകയോ ചെയ്യാം. അതായത് കെമിക്കൽ ഡിസ്ഇൻഫെക്റ്റന്റ് യൂസ് ചെയ്യേണ്ട അങ്ങനെയുള്ളത് നോർമൽ രീതിയിൽ ഹോട്ട് വാട്ടറും അതുപോലെ തന്നെ മറ്റേതെങ്കിലും ഡിറ്റർജന്റുകളോ അല്ലെങ്കിൽ സ്റ്റീം ഉപയോഗിച്ച് ക്ലീൻ ചെയ്യോ അങ്ങനെയൊക്കെ ചെയ്യാം. ഓക്കെ, അതാണ് അവിടെ ക്ലിയർ ആയോ? ഓക്കെ, അപ്പൊ ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സ് സ്പില്ലേജ് വേസ്റ്റുകളുടെ മാനേജ്മെന്റ് ക്ലിയർ ആയെന്ന് വിചാരിക്കും കേട്ടോ. ഓക്കെ ആണോ? ഓക്കെ അല്ലേ? ശരി, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തത് നോക്കാം. ഇനി ഏകദേശം ഇതേ സ്റ്റെപ്പുകളൊക്കെ തന്നെയാണ് വരുന്നത്, ഇതെല്ലാം ഒരുപോലെ തന്നെയാണ് ഇരിക്കുന്നത്. രണ്ടാമത്തത് മെർക്കുറി സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ് കേട്ടോ. നമ്മൾ വേറൊരു ടൈപ്പ് പറഞ്ഞു അല്ലെ, മെർക്കുറി, ലെഡ് ഇങ്ങനെയുള്ള ഡേഞ്ചറസ് മെറ്റീരിയൽസുകൾ അടങ്ങുന്ന ലീക്കേജ് വേസ്റ്റുകൾ ഹോസ്പിറ്റലിൽ ഉണ്ടാകുന്നുണ്ട്. അത് ഏത് രീതിയിലാണ് മാനേജ് ചെയ്യേണ്ടത് കേട്ടോ. ഒന്നാമത്തെ പോയിന്റ് ഇതാണ്, മെർക്കുറി ലീക്കേജ് ക്യാൻ ബി ഡേഞ്ചറസ് ടു ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ദ എൻവയോൺമെന്റ് ആൻഡ് ആക്ച്വൽ മാനേജ്മെന്റ് ഈസ് വൈറ്റൽ അല്ലെ. നമുക്കറിയാലോ മെർക്കുറി ലീക്കേജ് എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ എന്താണ് ഹ്യൂമൻ ഹെൽത്തിന് വളരെ അപകടകരമായിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് ആണ് കേട്ടോ. അപ്പൊ അതിന്റെ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഒന്നാമത് അവിടെ ചെയ്യേണ്ടത് എന്താണെന്നറിയോ, എവിക്റ്റ് ദ ഏരിയ എന്നാണ് പറയുന്നത്. എവിക്റ്റ് ദ ഏരിയ. എവിക്റ്റ് ചെയ്യാന്ന് വെച്ചാൽ എന്താണ്, നമ്മൾ ആ ഏരിയയിലോട്ട് പോവാതിരിക്കുക, അതാണ് ആദ്യം ചെയ്യേണ്ടത് കേട്ടോ. കാരണം അത്രയും ഡേഞ്ചറസ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ്. സോ എവിക്റ്റ് ദ ഏരിയ. ഇഫ് ദ സ്പിൽ ഈസ് ഇമ്പോർട്ടന്റ്
എവിക്ട് ദ ഏരിയ ആൻഡ് കോൾ ദ എമർജൻസി സർവീസ് കേട്ടോ. അപ്പൊ ആ ഏരിയ അത്രയും എന്താ പറയാ മെർക്കുറി ലീക്കേജ് ഉണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ഏരിയയിലോട്ട് പോവാതിരിക്കുക, എവിക്ട് ചെയ്യാന്ന് വെച്ചാൽ ആ റൂം വിട്ട് നമ്മൾ മാറിയിരിക്കുക. എന്നിട്ട് എമർജൻസി സർവീസസിനോട് എത്രയും പെട്ടെന്ന് അറിയിക്കുക, എമർജൻസി സർവീസിനോട് എത്രയും പെട്ടെന്ന് നമ്മൾ അറിയിക്കുക. അതാണ് ആദ്യം ചെയ്യേണ്ടത്. രണ്ടാമത്തെ പോയിന്റ് പറയുന്നത് ടേക്ക് എവേ ജ്വല്ലറി, അതായത് ടേക്ക് എവേ ഓൾ ജ്വല്ലറി ഫ്രം ഹാൻഡ്സ് ആൻഡ് റിസ്റ്റ് സോ ദാറ്റ് ദ മെർക്കുറി കനോട്ട് കമ്പൈൻ വിത്ത് ദ വാല്യുബിൾ മെറ്റൽസ്. നമ്മുടെ കൈകളിലോ അല്ലെങ്കിൽ നമ്മുടെ കൈകളിലൊക്കെയുള്ള ഏതെങ്കിലും ടൈപ്പ് ജ്വല്ലറികൾ അല്ലെ, എന്തെങ്കിലും ഓർണമെന്റ്സ് മെറ്റലിലോട്ടുള്ള എന്ത് ജ്വല്ലറി ആവട്ടെ അത് നമ്മൾ എന്ത് ചെയ്തിരിക്കണം, റിമൂവ് ചെയ്തിരിക്കണം അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ മെർക്കുറി ഇത്തരം മെറ്റൽസുമായിട്ട് കമ്പൈൻ ചെയ്തുണ്ടാവുന്ന ആ ഒരു സാധ്യത നമുക്ക് അവിടെ കുറയ്ക്കാനായിട്ട് വരും. ജ്വല്ലറി എന്ന് പറയുമ്പോൾ ഓർണമെന്റ്സ് മാത്രമല്ല കേട്ടോ, ഗോൾഡ് മാത്രമല്ല ഉദ്ദേശിക്കുന്നത്. നമ്മുടെ കൈകളിൽ മെറ്റലിന്റേത് ആയ എന്തെങ്കിലും എന്താ പറയാ ജ്വല്ലറി ഉണ്ടെങ്കിൽ അത് നമ്മൾ റിമൂവ് ചെയ്യാം കേട്ടോ. അല്ലെങ്കിൽ മെർക്കുറി എന്ന് പറയുന്നത് ഒരു എന്താ പറയാ കെമിക്കൽ സബ്സ്റ്റൻസ് ആണ്, അത് മെറ്റലുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് മറ്റെന്തെങ്കിലും റിയാക്ഷൻസ് ഉണ്ടാകാം. അതൊഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ജ്വല്ലറി റിമൂവ് ചെയ്യണമെന്ന് പറയുന്നത് കേട്ടോ. അടുത്തത് എന്താണ്, വിയർ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്. അത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ് അല്ലെ, പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. കാര്യം അത് നമ്മുടെ വ്യക്തിഗത സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് അത് ഉപയോഗപ്പെടുത്തുന്നത് കേട്ടോ. ദ പേഴ്സണൽ ഷുഡ് യൂസ് സ്യൂട്ടബിൾ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് സച്ച് എസ് ഗ്ലൗസ്, ഗോഗിൾസ്. ഗോഗിൾസ് എന്ന് പറഞ്ഞ കണ്ണടകളാണ് കേട്ടോ. സേഫ്റ്റി ഗ്ലാസസ് ഉണ്ടല്ലോ, സുരക്ഷാ കണ്ണടകള്, അതിനെയാണ് കേട്ടോ ഗോഗിൾസ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ഗോഗിൾസ് എഴുതി വെച്ചോളൂ, സേഫ്റ്റി ഗ്ലാസസ് ആണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ആൻഡ് റെസ്പിറേറ്റേഴ്സ്, അതായത് ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ഓക്സിജൻ മാസ്കുകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ ധരിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. ബിഫോർ ഗോയിങ് ടു ദ സ്പേസ് ടു അവോയ്ഡ് ദ കണക്ഷൻ വിത്ത് ദ മെർക്കുറി ആൻഡ് പ്രിവെന്റ് ദ ഇൻഹേലേഷൻ ഓഫ് മെർക്കുറി വേപ്പേഴ്സ്. അപ്പൊ നമ്മൾ ഈ മെർക്കുറി ആയിട്ട് ആ ഒരു കോണ്ടാക്റ്റിന് പോകുന്നതിന് മുമ്പായിട്ട് അതുപോലെ മെർക്കുറി വേപ്പർ മൂലം ഉണ്ടാകുന്ന ആ ഒരു ശ്വാസ തടസ്സങ്ങളൊക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ടുള്ള പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റുകൾ ധരിക്കുക കേട്ടോ. ഇഷ്ടമില്ല. അപ്പൊ ഇത്തരത്തിലുള്ള എന്താണ് ഗ്ലൗസുകൾ, സേഫ്റ്റി ഗ്ലാസസും മറ്റും ഉപയോഗപ്പെടുത്താം കേട്ടോ. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്, കണ്ടെയ്ൻ ദ സ്പില്ലാണ്. കണ്ടെയ്ൻ ദ സ്പിൽ നേരത്തെ സെയിം പോയിന്റ് ആണ് അല്ലെ. ദാറ്റ് മീൻസ് കൺട്രോൾ ആൻഡ് ലിമിറ്റ് ദ സ്പ്രെഡിങ് ഓഫ് സ്പില്ലേജ്. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. യൂസ് എ മെർക്കുറി സ്പിൽ കിറ്റ് ഓർ അബ്സോർബന്റ് മെറ്റീരിയൽ ലൈക്ക് അബ്സോർബന്റ് പാഡ്സ് to contain the spill and prevent it from spreading. നേരത്തെ പറഞ്ഞ സെയിം പോയിന്റ് ആണ്. അബ്സോർബന്റ് പാഡുകള് അല്ലെങ്കിൽ മറ്റേ രീതിയിൽ ടവലുകളൊക്കെ നമ്മൾ ഉപയോഗിക്കുക. അത് സ്പ്രെഡിങ് പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള മെറ്റീരിയലുകൾ നമ്മൾ ഉപയോഗപ്പെടുത്തുക. അതിനുശേഷം എന്ത് ചെയ്യാം, കുട്ടിയുടെ മെറ്റീരിയൽസിന്റെ ലാബിന്റെ ഹസാർഡസ് വേസ്റ്റ് ബാഗ് ഓർ കണ്ടെയ്നർ ഓർ ഡിസ്കാർഡിങ്. അതിനുശേഷം നമ്മൾ അത് കൃത്യമായിട്ടുള്ള ബാഗിലോ കണ്ടെയ്നറിലോ ഡെപ്പോസിറ്റ് ചെയ്യാം കേട്ടോ. ഇനി ഇഫ് ഇറ്റ് ഈസ് എ സ്മോൾ സ്പില്ലേജ്, ഇനി സ്പില്ലേജ് വളരെ കുറച്ചേ ഉള്ളൂ എന്ന് വിചാരിക്കുക, അതായത് ആ ലീക്കേജ് വളരെ കുറച്ച് മാത്രമേ ഉള്ളൂവെങ്കിൽ സിപ്പ് വിത്ത് എ നീഡിൽലെസ് സിറിഞ്ച് വിത്തൗട്ട് നീഡിൽ ആൻഡ് ഡെസ്പാച്ച് ഫോർ റീസൈക്ലിംഗ്. ഏതെങ്കിലും ഒരെണ്ണം മതി കേട്ടോ. നീഡിൽലെസ് സിറിഞ്ച് എന്ന് കൊടുത്തിട്ടുണ്ട്, പിന്നെ വിത്തൗട്ട് നീഡിൽ എന്ന് പറയേണ്ട കാര്യമില്ല, ഏതെങ്കിലും ഒരു ഒരെണ്ണം മതി കേട്ടോ. അപ്പൊ സിപ്പ് വിത്ത് എ നീഡിൽലെസ് സിറിഞ്ച് ആൻഡ് ഡെസ്പാച്ച് ഫോർ റീസൈക്ലിംഗ് എന്ന് വാങ്ങിച്ചാൽ മതി. വിത്തൗട്ട് നീഡിൽ പിന്നെ വേണ്ട, കാര്യം ഓൾറെഡി നീഡിൽലെസ് സിറിഞ്ച് അവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇത്തരത്തിലുള്ള സ്പില്ലേജ് വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ നീഡിലില്ലാത്ത സിറിഞ്ച് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി, അത് സിപ്പ് ചെയ്തെടുക്കാം. ചെറിയ ഒരു ഡ്രോപ്പ്, 1-2 ഡ്രോപ്സുകൾ മാത്രമേ സ്പില്ലേജ് ഉള്ളൂ എങ്കിൽ നമ്മൾ നീഡിൽലെസ് ആയിട്ടുള്ള സിറിഞ്ച് ഉപയോഗിച്ച് ജസ്റ്റ് അത് പ്രിക്ക് ചെയ്തെടുക്കാം, അത് ജസ്റ്റ് കളക്ട് ചെയ്തെടുക്കാം. ദെൻ ഡെസ്പാച്ച് ഫോർ റീസൈക്ലിംഗിന് വേണ്ടിയിട്ട് അയക്കാം. ഓക്കെ, അപ്പൊ ഇത്രയാണ് അതിനകത്ത് പറയുന്നത്. ഇനി അടുത്തത് എന്താണ്, ക്ലീൻ അപ്പ് ദ സ്പില്ല് അല്ലെ. ആ സ്പില്ല് വീണ സ്ഥലം നമ്മൾ എന്ത് ചെയ്യാം, ക്ലീൻ ചെയ്യാം.
ഓക്കെ, അപ്പൊ അവർക്ക് നേരത്തെ പറഞ്ഞ അതേ സ്റ്റെപ്പുകളുമായിട്ടുള്ള അതേ സ്റ്റെപ്പുകൾ തന്നെയാണ് ഇവിടെ വരുന്നത് കേട്ടോ. നോക്കുക, യൂസ് എ മെർക്കുറി സ്പിൽ കിറ്റ് ഓർ അഡ്ഹിയർ ടു ദ മാനുഫാക്ചേഴ്സ് directives for the exact use of absorbent materials to clean up the spill. ഓക്കെ, ക്ലിയർ ആയല്ലോ? ആ ഒരു സ്പില്ല് ക്ലീൻ അപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കൃത്യമായിട്ടുള്ള മാനുഫാക്ചറിന്റെ നിർദ്ദേശമനുസരിച്ചുള്ള മെർക്കുറി സ്പിൽ കിറ്റ് അവിടെ ഉപയോഗപ്പെടുത്തുക കേട്ടോ. ബി കോഷ്യസ് നോട്ട് ടു സ്പ്രെഡ് ദ മെർക്കുറി ഡ്യൂറിങ് ക്ലീനപ്പ്. അപ്പൊ നമ്മൾ ക്ലീനപ്പ് ചെയ്യുന്ന സമയത്ത് മെർക്കുറി സ്പ്രെഡ് ആവാതെ നമ്മൾ നോക്കണം കേട്ടോ. അപ്പൊ അതിനായിട്ട് നമ്മൾ എന്താ ഉപയോഗിക്കുന്നത്? സം ഹോസ്പിറ്റൽസ് ഫോളോ ഓൾ ദ മെർക്കുറി സ്പിൽ സർഫസസ് decontaminated with 10% sodium thiosulfate solution. അണ്ടർലൈൻ ചെയ്ത് വെക്കുക കേട്ടോ. അപ്പൊ മെർക്കുറി സ്പില്ലേജ് നമ്മൾ ഡിസ്ഇൻഫെക്ട് ചെയ്യാനായിട്ട് എന്ത് സൊല്യൂഷൻ ആണ് ഉപയോഗിക്കുന്നത്? 10% സോഡിയം തയോസൾഫേറ്റ് സൊല്യൂഷൻ ആണ് കേട്ടോ. 10% സോഡിയം തയോസൾഫേറ്റ് സൊല്യൂഷൻ ആണ് എന്ന് പറഞ്ഞാൽ 10% എന്ന് പറയുമ്പോൾ 10 എന്താണ് അത്രയും ഗ്രാം സോഡിയം തയോസൾഫേറ്റ്, ബാക്കി വരുന്നത് 10% സോഡിയം തയോസൾഫേറ്റ് മെറ്റീരിയൽ, ബാക്കി എത്രയായിരിക്കും? സൊല്യൂഷൻ വാട്ടർ ആയിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത് കേട്ടോ. അങ്ങനെ ആ ഒരു 10% സോഡിയം തയോസൾഫേറ്റ് സൊല്യൂഷൻ ഉപയോഗിച്ച് ആ ഒരു ഏരിയ നമ്മൾ ക്ലീൻ ചെയ്യുക കേട്ടോ. അതേസമയം ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സ് ക്ലീനപ്പ് ചെയ്യാൻ നമ്മൾ എന്താ ഉപയോഗിച്ചത്? അത് 1% ഹൈപ്പോക്ലോറേറ്റ് സൊല്യൂഷൻ ആണ് ഉപയോഗിച്ചത്. ഇവിടെ മെർക്കുറി സ്പില്ലേജ് മാനേജ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്നത് 10% സോഡിയം തയോസൾഫേറ്റ് സൊല്യൂഷൻ ആണ്. അതൊന്ന് മാർക്ക് ചെയ്ത് വെക്കുക കേട്ടോ. അതിനുശേഷം ലീവ് എ വിൻഡോ ഓപ്പൺ ടു എയറേറ്റ് ആഫ്റ്റർ ദ ക്ലീനപ്പ്. ആ ഏരിയ ക്ലീനപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക? ആ റൂമിന്റെ ജനലുകളൊക്കെ തുറന്നിടുക കേട്ടോ. എന്ന് വെച്ചാൽ നല്ലൊരു എയർ ഫ്ലോ നടത്താൻ വേണ്ടിയിട്ടാണ് അത് ഓപ്പൺ ചെയ്തിടുക. ആഫ്റ്റർ മേക്കിംഗ് ഷുവർ ദാറ്റ് ഓൾ ദ മെർക്കുറി ഹാസ് ബീൻ റിമൂവ്ഡ്, continue normal vacuuming and use the cleaned area for the customary operation. അങ്ങനെ ഈ പറയുന്ന എല്ലാ മെർക്കുറി സ്പില്ലും അവിടെ നിന്ന് ക്ലീൻ ചെയ്തു എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം നമ്മൾ നോർമൽ വാക്യൂമിംഗ് മറ്റും നടത്തുക. അതിനുശേഷം നമ്മൾ കസ്റ്റമറി ഓപ്പറേഷൻ എന്ന് വെച്ചാൽ പതിവ് പ്രവർത്തനങ്ങൾക്കായിട്ട് നമുക്ക് വീണ്ടും ആ ക്ലീൻഡ് ഏരിയ ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. ഓക്കെ, ഇതാണ് അവിടെ പറയുന്നത്. അടുത്തത് എന്താണ്? ഡിസ്പോസ് ഓഫ് വേസ്റ്റ് ആണ് കേട്ടോ. അതായത് ഓൾ മെറ്റീരിയൽസ് ദാറ്റ് കം ഇൻ ടു കോണ്ടാക്ട് വിത്ത് ദ മെർക്കുറി that should be discarded as a dangerous waste in labeled bags or container. അപ്പൊ ഇത്തരത്തില് മെർക്കുറി സ്പില്ലേജുമായിട്ട് കോണ്ടാക്റ്റിൽ വന്ന എല്ലാ മെറ്റീരിയലുകളെയും നമ്മൾ ഡേഞ്ചറസ് വേസ്റ്റ് ആയിട്ട് കണ്ടിട്ട് അതിനെ നമ്മൾ എന്ത് ചെയ്യാം? ഡിസ്കാർഡ് ചെയ്യുക കേട്ടോ. അതിനെ ഉപേക്ഷിക്കുക. ഇനി adhere to local, state and federal regulations for the disposal of dangerous waste. അപ്പോ ഇത്തരം ഡേഞ്ചറസ് വേസ്റ്റുകൾ ഡിസ്പോസ് ചെയ്യുന്നതിനായിട്ട് കൃത്യമായിട്ടുള്ള പ്രാദേശിക, സംസ്ഥാന, കേന്ദ്ര നിയമങ്ങൾ നമ്മൾ പാലിച്ചിരിക്കണം കേട്ടോ. പ്രത്യേകിച്ച് മെർക്കുറി സ്പില്ലേജുകളാണ്. അപ്പൊ അത് അത്രയും ഹാനികരമായിട്ടുള്ള വേസ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള പ്രാദേശിക ചട്ടങ്ങള് അല്ലെങ്കിൽ എന്താ പറയാ നമ്മുടെ സ്റ്റേറ്റ് ഫെഡറൽ റെഗുലേഷൻസ്, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസൃതമായിക്കൊണ്ട് വേണം നമ്മൾ ഇത്തരത്തിലുള്ള വേസ്റ്റുകളെ ഡിസ്പോസ് ചെയ്യാനായിട്ട് കേട്ടോ. അടുത്തത് എന്താണ്? റിപ്പോർട്ട് ദ സ്പിൽ ആണ് കേട്ടോ. എന്ന് പറഞ്ഞാല് the spills should be reported to the concerned staff for the documentation and investigation. ഇനി നമ്മൾ ഇത്തരത്തിലുള്ള മെർക്കുറി സ്പില്ലുകൾ നമ്മൾ ഡിസ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ കൃത്യമായിട്ടുള്ള റിപ്പോർട്ട് നമ്മൾ ആർക്ക് സമർപ്പിച്ചിരിക്കണം? കൺസേൺഡ് സ്റ്റാഫിന്റെ അടുത്ത് സബ്മിറ്റ് ചെയ്തിരിക്കണം കേട്ടോ. അതിന്റെ ഫോർ ഡോക്യുമെന്റേഷൻ ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ, അത് കൃത്യമായിട്ട് നമ്മൾ അത് രേഖപ്പെടുത്താൻ ഇൻവെസ്റ്റിഗേഷന് വേണ്ടിയിട്ട് അതിന്റെ റിപ്പോർട്ട് നമ്മൾ തയ്യാറാക്കി കൺസേൺഡ് ആയിട്ടുള്ള ഓതറൈസ്ഡ് സ്റ്റാഫ് ആരാണോ അവരുടെ കയ്യിൽ നമ്മൾ ആ ഒരു റിപ്പോർട്ട് കൃത്യമായിട്ട് സബ്മിറ്റ് ചെയ്തിരിക്കണം. ക്ലിയർ ആയോ? ഈ രീതിയിലാണ് മെർക്കുറി സ്പില്ലേജ് വേസ്റ്റുകളെ നമ്മൾ മാനേജ് ചെയ്യുന്നത്. അപ്പൊ കുറേയൊക്കെ സ്റ്റെപ്പുകൾ ഒരേപോലെ തന്നെയാണ്. പിന്നെ നിങ്ങൾ ഇവിടെ ഓർക്കാം, ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സ് ഒക്കെ ആണെങ്കിൽ 1% ഹൈപ്പോക്ലോറൈറ്റ് സൊല്യൂഷൻ ഉപയോഗിക്കുന്നു. മെർക്കുറി സ്പില്ലേജുകളൊക്കെ നമ്മൾ ക്ലീനപ്പ് ചെയ്യാനായിട്ട് 10% സോഡിയം തയോസൾഫേറ്റ് സൊല്യൂഷൻ ആണ് ഉപയോഗിക്കുന്നത് കേട്ടോ. ഓക്കെ, ഞാൻ അൺമ്യൂട്ട് ചെയ്യാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ ആണ്? ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ ഞാൻ ഒരു സോറി പറയാണ് കേട്ടോ. കാരണം കുറച്ചു നേരം ക്ലാസ്സിൽ ഒരു ബ്രേക്ക് വന്നു. വേറെ ഒന്നുമല്ല, വീട്ടിൽ നിന്ന് അത്യാവശ്യമായിട്ട് ഒരു കോള് വന്നു. അത് എടുക്കാതിരിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. അതുകൊണ്ടാണ് കേട്ടോ. ക്ലാസ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. വേറെ ഡൗട്ട് ഒന്നുമില്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം.
ഓക്കെ ശരി താങ്ക് യു.